ഹൈ ഫ്രണ്ട്സ്, +2 ബയോളജിയിലെ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് എന്ന ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കണ്ടു. അതിലെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെയും സെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ചും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിലെ ആദ്യത്തെ ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ട് നമുക്കറിയാം, ഫ്ലവറാണ് ഒരു പ്ലാന്റിൻ്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത്. ഫ്ലവറിൻ്റെ പാർട്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. പിന്നീട് നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനായിട്ടുള്ള സ്റ്റേമിനെ കുറിച്ചും സ്റ്റേമിൻ്റെ ആന്തറിനെ കുറിച്ചും ആന്തറിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചും അതിലുള്ള സെൽസിനെ കുറിച്ചുമൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മൈക്രോസ്പോറോജനസിസ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സ്, അതായത് മെയിൽ ഗമേറ്റ്സ് ഉണ്ടാകുന്ന പോളൻ മദർ സെല്ലിൽ നിന്നും അല്ലെങ്കിൽ മൈക്രോസ്പോർ മദർ സെല്ലിൽ നിന്നും മൈക്രോസ്പോർസ് ഉണ്ടാകുന്ന പ്രോസസ്സുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പാർട്സ് ഓഫ് എ ഫ്ലവറാണ് ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ കാലിക്സ് ഉണ്ട്, കൊറോളയുണ്ട്, അതുപോലെ ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ഉണ്ട് അല്ലേ. പ്രധാനമായിട്ട് 4 പാർട്സാണ് ഒരു ഫ്ലവറിന് ഉണ്ടാവുക, 4 വേൾസാണ് ഉണ്ടാവുക. കാലിക്സും കൊറോളയും ആൻഡ്രീഷ്യവും ഗൈനീഷ്യവുമാണ്. പിന്നീട് നമ്മൾ ആന്തറിൻ്റെ സ്ട്രക്ചർ കാണും. അതേപോലെ മൈക്രോസ്പോറോജനസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ പഠിക്കും. അതുപോലെ കുറച്ച് എക്സാമ്പിൾസ് നമുക്കിന്ന് ചെയ്ത് നോക്കാം. ഫ്ലവർ നമുക്ക് പരിചയമുള്ളതാണ് അല്ലേ. നമ്മൾ ഫ്ലവറിൻ്റെ ഒരുപാട് പിക്ചേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ ലേബലിംഗ് ഒക്കെ കണ്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് കാണിക്കാം. അതായത് ഒരു ഫ്ലവറിൻ്റെ പാർട്സാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമുക്കറിയാം, പ്രധാനമായിട്ടും കാലിക്സ്, അതുപോലെ കൊറോള, ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം അല്ലേ. ഇത്രയും വേൾസ് ആണ് ഒരു ഫ്ലവറിൽ ഉള്ളത്. അപ്പോൾ ഇവിടെ കാലിക്സ് ആൻഡ് കൊറോള എന്ന് പറയുന്നതിനെ നമ്മൾ ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് നോൺ എസെൻഷ്യൽ വേൾസ് എന്നാണ് പറയുന്നത്. നോൺ എസെൻഷ്യൽ വേൾസ്. അതുപോലെ ആൻഡ്രീഷ്യത്തെയും ഗൈനീഷ്യത്തെയും ഒരുമിച്ച് നമ്മൾ എസെൻഷ്യൽ വേൾസ് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് വേൾസ് എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും അതുപോലെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനെയും ഒക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആൻഡ്രീഷ്യവും ഗൈനീഷ്യവുമാണ്. അപ്പോൾ അവരാണ് റീപ്രൊഡക്ഷനിൽ നേരിട്ട് പങ്കെടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവരെ എസെൻഷ്യൽ വേൾസ് എന്ന് പറയുന്നത്. കാലിക്സും കൊറോളയും ഒക്കെ റീപ്രൊഡക്ഷൻ എന്ന പ്രോസസ്സിൽ അവരെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ കാലിക്സിനെയും കൊറോളയെയും നോൺ എസെൻഷ്യൽ വേൾസ് എന്നാണ് പറയുന്നത്. ഇനി കാലിക്സിൻ്റെ ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റിനെയും നമ്മൾ സെപ്പൽ എന്നാണ് പറയുന്നത്. സെപ്പൽസ് അല്ലേ. അപ്പോൾ ഇവിടെ ഈ ഗ്രീൻ കളറിൽ കാണിച്ചിട്ടുള്ളതാണ് കാലിക്സ്. ഇതാണ് കാലിക്സ് അല്ലേ. ഇതാണ് കാലിക്സ്. ഇതിലെ ഓരോ ഇൻഡിവിജ്വൽ മെമ്പേഴ്സിനെയും അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെയും നമ്മൾ സെപ്പൽ എന്നാണ് പറയുന്നത്. അതുപോലെ റെഡ് കളറിലുള്ളതാണ് എന്ത്, പെറ്റൽ അല്ലേ. റെഡ് കളറിലുള്ള വേളാണ് കൊറോള. അതിലെ ഇൻഡിവിജ്വൽ യൂണിറ്റിനെയാണ് നമ്മൾ പെറ്റൽ എന്ന് പറയുന്നത്. ഇനി ഫ്ലവറിൻ്റെ സ്റ്റോക്കിനെയാണ് നമ്മൾ പെഡിസൽ എന്ന് പറയാം അല്ലേ. അതുപോലെ ഇവിടെ ആൻഡ്രീഷ്യത്തിൻ്റെയും അതുപോലെ ഗൈനീഷ്യത്തിൻ്റെയും ഒക്കെ വ്യത്യസ്ത പാർട്സ് കാണിച്ചിട്ടുണ്ട്. ആൻഡ്രീഷ്യത്തിലെ ഇൻഡിവിജ്വൽ യൂണിറ്റിനെ നമ്മൾ സ്റ്റേമൻ എന്നാണ് പറയുന്നത്. ഇതാണ് ഒരു സ്റ്റേമൻ അല്ലേ. ഇത് ഫിലമെൻ്റ് ആണ്. അതുപോലെ ഈ അറ്റത്തുള്ളത് എന്താണ്, ആന്തറാണ്. അത് രണ്ടും കൂടി കൂടിയതിനാണ് നമ്മൾ സ്റ്റേമൻ എന്ന് പറയുന്നത് അല്ലേ. ഫിലമെൻ്റ് പ്ലസ് ആന്തറാണ് സ്റ്റേമൻ. പിന്നെ പിസ്റ്റിൽ അല്ലേ. പിസ്റ്റിലാണെന്ത്, ഗൈനീഷ്യത്തിലെ ഇൻഡിവിജ്വൽ യൂണിറ്റ്. അതായത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ്റെ ഇൻഡിവിജ്വൽ യൂണിറ്റ് നമ്മൾ പിസ്റ്റിൽ എന്നാണ് പറയുക. പിസ്റ്റിൽ എന്ന് പറയുന്നത് ഇതാണൊരു പിസ്റ്റിൽ. എക്സാമ്പിളായിട്ട് ഇവിടെ നമ്മൾ ഒരു പിസ്റ്റിലിൻ്റെ പിക്ചർ കാണുന്നുണ്ട്. ഇതാണ് പിസ്റ്റിൽ. ഇതിലെ ഈ അടിഭാഗത്തെ, അതായത് സൊള്ളൻ സ്ട്രക്ചർ നമ്മൾ ഓവറി എന്നാണ് പറയുക. ഈ ഫിലമെൻ്റ് സ്ട്രക്ചർ നമ്മൾ സ്റ്റൈൽ എന്നാണ് പറയുക. അതുപോലെ മുകളിലുള്ള ഈ ഭാഗത്തെ, ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ഭാഗത്തെ സ്റ്റിഗ്മ എന്നാണ് നമ്മൾ പറയുന്നത്. സ്റ്റിഗ്മയിലാണ് പോളൻ ഗ്രെയിൻസ് വന്നിട്ട് ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിഗ്മയുണ്ട്, സ്റ്റൈലുണ്ട്, ഓവറിയുമുണ്ട് പിസ്റ്റിലിൻ്റെ കേസിലാണെങ്കിൽ. അതുപോലെ സ്റ്റേമനിൽ ആരൊക്കെയാണുള്ളത്, ഫിലമെൻറ്റും അതുപോലെ ആന്തറുമുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഇങ്ങനെ 4 വേൾസ് ആണ് ഒരു ഫ്ലവറിൽ ഉണ്ടാവുക. 2 വേൾസിനെ നമ്മൾ ഒരുമിച്ച് നോൺ എസെൻഷ്യൽ വേൾസ് എന്ന് പറയും. അത് കാലിക്സും കൊറോളയുമാണ്. അതുപോലെ എസെൻഷ്യൽ വേൾസ് ആയിട്ടുള്ള ആരൊക്കെയാണ്, ആൻഡ്രീഷ്യവും ഗൈനീഷ്യവുമാണ് ഉള്ളത്. ഇനി പാർട്സ് ഓഫ് എ ഫ്ലവർ.
ഫ്ലവറിൻ്റെ പാർട്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ദ സ്റ്റോക്ക് ഓഫ് ദി ഫ്ലവർ ഈസ് കാൾഡ് പെഡിസെൽ. ഫ്ലവർ നിൽക്കുന്നത് ഈ സ്റ്റോക്ക് ഉപയോഗിച്ചിട്ടാണല്ലേ, അല്ലെങ്കിൽ സ്റ്റോക്കുമായി നമ്മൾ ഫ്ലവറിനെ പ്ലാന്റുമായി അറ്റാച്ച് ചെയ്യുന്ന ഭാഗമാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഫ്ലവറിൻ്റെ സ്റ്റോക്കിനെയാണ് നമ്മൾ പെഡിസെൽ എന്ന് പറയുന്നത്. ഓക്കെ, ദ ഫ്ലോറൽ ലീവ്സ് ആർ അറേഞ്ച്ഡ് ഇൻ വേൾസ് ഓൺ ദി സോളൻ എൻഡ് ഓഫ് ദി പെഡിസെൽ. ഈ പെഡിസെലിൻ്റെ എൻഡിൽ, ഇതാണ് പെഡിസെൽ അല്ലേ, ഗ്രീൻ കളർ കാണപ്പെടുന്നത്. ഇതിൻ്റെ എൻഡിൽ ഇവിടെയാണ് കാലിക്സും കൊറോളയും അതുപോലെ ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അല്ലേ, ഇതിൻ്റെ സോളൻ എൻഡിൽ. ഈ എൻഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, തലാമസ് എന്ന് പറയുന്നത്. ദ ഫ്ലോറൽ ലീവ്സ് ആർ അറേഞ്ച്ഡ് ഇൻ വേൾസ് ഓൺ ദി സോളൻ എൻഡ് ഓഫ് ദി പെഡിസെൽ കാൾഡ് തലാമസ്. ഓക്കെ, ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ആർ ദ റീപ്രൊഡക്റ്റീവ് ഓർ എസെൻഷ്യൽ വേൾസ് ഓഫ് എ ഫ്ലവർ. അപ്പോൾ നമ്മൾ പറഞ്ഞു മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആയിട്ടുള്ള ആൻഡ്രീഷ്യവും അതുപോലെ ഗൈനീഷ്യവും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആയിട്ടുള്ള ഗൈനീഷ്യവും, ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് നമ്മൾ എസെൻഷ്യൽ വേൾസ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് വേൾസ് എന്നും പറയാം അല്ലേ. റീപ്രൊഡക്റ്റീവ് വേൾസ് എന്നും പറയാം, അതല്ലെങ്കിൽ എസെൻഷ്യൽ വേൾസ് എന്നും പറയാം. ഇനി എന്താണ്, കാലിക്സ് ആൻഡ് കൊറോള ആർ ദി accessory വേൾസ്. കാലിക്സ് ആൻഡ് കൊറോള ആർ ദി ആക്സസറി ഓർ നോൺ എസെൻഷ്യൽ വേൾസ് ഓഫ് എ ഫ്ലവർ. കാലിക്സിനെയും കൊറോളയും ഒരുമിച്ച് നമ്മൾ നോൺ എസെൻഷ്യൽ വേൾസ് എന്നാണ് പറയുക, അല്ലെങ്കിൽ ആക്സസറി വേൾസ് എന്ന് പറയാം. ഇവർ ഏതെങ്കിലും ഒരു രൂപത്തിൽ റീപ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഓരോ വേൾസിനെയും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം അല്ലേ. ആദ്യത്തേത് കാലിക്സ് ആണ്. കാലിക്സ് എന്ന് പറയുന്നത് വേൾ ഓഫ് സെപ്പൽസ്. സെപ്പൽസിൻ്റെ വേളാണ് കാലിക്സ്. അതായത് കാലിക്സിലെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിന് നമ്മൾ സെപ്പൽസ് എന്നാണ് പറയുന്നത് അല്ലേ. കാലിക്സ് ഈസ് എയ്തർ പോളിസെപ്പലസ് ഓർ ഗ്യാമോസെപ്പലസ്. ഇവിടെ പോളി എന്ന് പറയുന്ന ഒരു ടേമും അതുപോലെ ഗ്യാമോ എന്ന് പറയുന്ന ടേമുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പോളിസെപ്പലസ് ആണെങ്കിൽ സെപ്പൽസ് ഫ്രീ ആയിരിക്കും. ഇവിടെ ഇപ്പോൾ നമ്മൾ പിക്ചറിൽ കാണുന്നുണ്ട്, ഇത് എന്താണ്, ഞാനൊന്ന് കളർ മാറ്റിയിട്ട് വരക്കാം. ഇതെന്താണ്, സെപ്പലാണ് അല്ലേ, സെപ്പൽസ് ആണ്. ഇവരെന്താണ്, പരസ്പരം ഫ്രീ ആണ് അല്ലേ, ഓരോന്നും വേറെ വേറെയാണ് നിൽക്കുന്നത്. അങ്ങനെയാണ് ഉള്ളതെങ്കിൽ, അതായത് സെപ്പൽസ് ഫ്രീ ആയിട്ടാണ് ഉള്ളതെങ്കിൽ അതിന് നമ്മൾ പോളിസെപ്പലസ് കണ്ടീഷൻ എന്നാണ് പറയാം. പോളിസെപ്പലസ് എന്നാണ് പറയാം. അതല്ലെങ്കിൽ കാലിക്സ് എന്തായിരിക്കും, ഗ്യാമോസെപ്പലസ് ആയിരിക്കും. ഇവിടെ നോക്കിയാൽ നമുക്കറിയാം, ഇവിടെ എന്താണ്, കറക്റ്റ് ഡിഫറൻഷിയേഷൻ ഇല്ല അല്ലേ, ഇങ്ങനെ കട്ടിങ് ഇല്ല, എന്താണ്, ജോയിൻറ്റ് ചെയ്തിട്ടാണുള്ളത്, യുണൈറ്റഡ് ആയിട്ടാണുള്ളത് അല്ലേ. അപ്പോൾ അങ്ങനെ യുണൈറ്റഡ് ആയിട്ടുള്ള സെപ്പൽസിനെ നമ്മൾ പറയുന്നതാണ് എന്ത്, ഗ്യാമോസെപ്പലസ്, അല്ലെങ്കിൽ സെപ്പൽസ് ആർ ഫ്യൂസ്ഡ് അല്ലേ. സെപ്പൽസ് ഫ്യൂസ്ഡ് ആണെങ്കിൽ അതിനെ നമ്മൾ ഗ്യാമോസെപ്പലസ് എന്നും, സെപ്പൽസ് ഫ്രീ ആണെങ്കിൽ അതിനെ നമ്മൾ പോളിസെപ്പലസ് കണ്ടീഷൻ എന്നുമാണ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ പെറ്റൽസിൻ്റെ കാര്യം അല്ലേ. പെറ്റൽസ് എന്ന് പറയുന്നത് കൊറോളയിലെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ആണ്. പെറ്റൽസ് യുണൈറ്റഡ് ആണെങ്കിൽ, ഇവിടെ ഫ്യൂസ്ഡ് ആണ് അല്ലേ, ഒന്ന് മറ്റൊന്നിനോട് ഫ്യൂസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഫ്യൂസ്ഡ് ആണെങ്കിൽ അതിന് നമ്മൾ ഗ്യാമോ പെറ്റലസ് എന്നാണ് പറയാം. ഇൻഡിവിജ്വൽ ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ, ഫ്രീ ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അതിന് നമ്മൾ പോളി പെറ്റലസ് എന്നാണ് പറയാം. അപ്പോൾ പോളി പെറ്റലസ് കൊറോള എന്ന് പറഞ്ഞാൽ എന്താണ്, പോളി പെറ്റലസ് എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ടാണ് അവിടെ പെറ്റൽസ് ഉണ്ടാവുക അല്ലേ. അതുപോലെ യുണൈറ്റഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഫ്യൂസ്ഡ് ആണെങ്കിൽ അത് നമ്മൾ ഗ്യാമോ പെറ്റലസ് എന്നാണ് പറയുക. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് ആദ്യത്തെ ആദ്യത്തെ വേൾസ് എന്ന് പറയുന്നത്. ആദ്യത്തെ രണ്ട് വേൾസ് നോൺ എസെൻഷ്യൽ വേൾസ് എന്നാണ് നമ്മൾ പറയാം. ഇവർ രണ്ടുപേരുമാണ് ആദ്യത്തെ രണ്ട് വേൾസ് അല്ലേ, കാലിക്സും കൊറോളയും. ഇനി പെരിയാന്ത് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട് അല്ലേ. എന്താണ് പെരിയാന്ത് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കാലിക്സിനെ കുറിച്ചും കൊറോളയെ കുറിച്ചും പറഞ്ഞു. അപ്പോൾ കാലിക്സും കൊറോളയും വേറെ വേറെ നിൽക്കുന്ന പ്ലാന്റ്സിൻ്റെ കേസിൽ അല്ലെങ്കിൽ ഫ്ലവേഴ്സിൻ്റെ കേസിലാണ് നമുക്ക് അങ്ങനെ ഇത് കാലിക്സ് ആണ് ഇത് കൊറോളയാണ് എന്നൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാൻ പറ്റുള്ളൂ. ചില പ്ലാന്റ്സിൻ്റെ അല്ലെങ്കിൽ ചില ഫ്ലവേഴ്സിൻ്റെ കേസിൽ എന്താണ്, ഇവിടെ പിക്ചറിൽ കാണിച്ചിട്ടുള്ളതുപോലെ കാലിക്സും കൊറോളയും ഒരുമിച്ചാണ് കാണപ്പെടുക. ഇപ്പോൾ നമ്മൾ പോളിസെപ്പലസ് എന്നൊക്കെ പറഞ്ഞ മാതിരി അവിടെ ഫ്യൂസ് ചെയ്തിട്ടുള്ളത് മാതിരി, അതുപോലെ തന്നെ ഇവിടെ എന്താണ്, കാലിക്സും കൊറോളയും, ഇപ്പോൾ ഈ ഞാനിവിടെ ഈ ബ്ലൂ അല്ലെങ്കിൽ വയലറ്റ് കളറിൽ കാണിച്ചിട്ടുള്ളത് എന്താണ്, കൊറോളയാണ് അല്ലേ. ഈ ഗ്രീൻ കളറിൽ കാണുന്നത് കാലിക്സ് ആണ്. പക്ഷേ ഈ ഫ്ലവറിൻ്റെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കറക്റ്റ് ബ്ലൂവിൻ്റെയും ഗ്രീൻ്റെയും ഇടയിൽ എന്തില്ല, അവിടെ ഒരു ഡിഫറൻഷിയേഷൻ ഇല്ല അല്ലേ. രണ്ടാളും ഒരുമിച്ചിട്ടാണ് കാണപ്പെടുന്നത്. ഇങ്ങനെയാണ് കാണപ്പെടുന്നതെങ്കിൽ അത് ഒറ്റ വേളായിട്ടാണ് നിൽക്കുക. ആ വേളിനെ നമ്മൾ പെരിയാന്ത് എന്നാണ് പറയാം. അപ്പോൾ പെരിയാന്ത് എന്ന് പറഞ്ഞാൽ കാലിക്സും അതുപോലെ കൊറോളയും യുണൈറ്റഡ് ആയിട്ട് ഫ്യൂസ്ഡ് ആയിട്ട് കാണപ്പെടുന്ന കണ്ടീഷനാണ് നമ്മൾ പെരിയാന്ത് എന്ന് പറയാം അല്ലേ. സെപ്പൽസ് ആൻഡ് പെറ്റൽസ് ആർ നോട്ട് ക്ലിയർലി ഡിഫറൻഷിയേറ്റഡ് ഫ്രം ഈച്ച് അതർ. ഓക്കെ, ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ആർ കാൾഡ് പെരിയാന്ത് ലീവ്സ് ഓർ ടെപ്പൽസ്.
ഇവിടുത്തെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ നമ്മൾ പെരിയാന്ത് ലീവ്സ് എന്നാണ് പറയാം. എന്താ പറയുക? പെരിയാന്ത് ലീവ്സ്. അപ്പോൾ നമ്മൾ കാലിക്സിലാണെങ്കിൽ സെപ്പൽസ് എന്ന് പറഞ്ഞു, കൊറോളയിലാണെങ്കിൽ പെറ്റൽസ് എന്ന് പറഞ്ഞു. അതുപോലെ പെരിയാന്തിലെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ നമ്മൾ ടെപ്പൽസ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ പെരിയാന്ത് ലീവ്സ് എന്നാണ് പറയുന്നത്. വെൻ ദ ടെപ്പൽസ് ആർ ഫ്രീ ദ ടേം പോളിസെപ്പലസ് ഈസ് യൂസ്ഡ്. ഇനി ഇവിടെയും നമുക്ക് ഒന്നുകിൽ എന്താവാം, ഫ്യൂസ്ഡ് ആവാം അല്ലെങ്കിൽ ഫ്രീ ആവാം അല്ലേ. ടെപ്പൽസ് ഒന്നുകിൽ ഫ്യൂസ് ചെയ്തിട്ട് നിൽക്കാം അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നിൽക്കാം. ഫ്രീ ആണെങ്കിൽ നമ്മൾ പോളി എന്നുള്ള ടേമും, അതുപോലെ യുണൈറ്റഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഫ്യൂസ്ഡ് ആണെങ്കിൽ നമ്മൾ ഗ്യാമോ എന്നുള്ള ടേമുമാണ് യൂസ് ചെയ്യുന്നത്. പോളിഫില്ലസ് എന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രീ ആയിട്ടുള്ള ടെപ്പൽസ് ആണെങ്കിൽ. അതുപോലെ ഗ്യാമോഫില്ലസ് എന്നാണ് യൂസ് ചെയ്യുന്നത് യുണൈറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്യൂസ്ഡ് ആയിട്ടുള്ള ടെപ്പൽസ് ആണെങ്കിൽ നമ്മൾ ഗ്യാമോഫില്ലസ് എന്നാണ് യൂസ് ചെയ്യുന്നത്. When the tepals are free, the term polyphilous is used. When the tepals are fused, the term gamophilous is used. അപ്പോൾ പോളി ഗ്യാമോ എന്നുള്ള രണ്ട് വേർഡ്സ് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഓർത്ത് വെച്ചാൽ മതി. ഇനി റീപ്രൊഡക്റ്റീവ് വേർഡ്സ് അല്ലേ. റീപ്രൊഡക്റ്റീവ് വേർഡ്സിൽ ആദ്യത്തേത് ആൻഡ്രീഷ്യമാണ്. ആൻഡ്രീഷ്യം ഈസ് ദ മെയിൽ റീപ്രൊഡക്റ്റീവ് വേൾഡ്. പ്ലാന്റിലെ മെയിൽ റീപ്രൊഡക്റ്റീവ് വേൾഡ് ആണ് എന്ത്, ആൻഡ്രീഷ്യം. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് 1 or more സ്റ്റേമൻസ്. അതിലെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിന് നമ്മൾ സ്റ്റേമൻ എന്നാണ് പറയുന്നത്. ഇഫ് ദ സ്റ്റേമൻ ഈസ് സ്റ്റെറൈൽ ആൻഡ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് പോളൻ ഗ്രെയിൻ, ഇറ്റ് ഈസ് കാൾഡ് എ സ്റ്റേമിനോഡ്. സ്റ്റേമനിൻ്റെ ആന്തറിൻ്റെ ഉള്ളിലാണ് എന്ത് ചെയ്യുന്നത്, സാധാരണ പോളൻ ഗെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ പോളൻ ഗെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവില്ലാത്ത സ്റ്റെറൈൽ ആയിട്ടുള്ള സ്റ്റേമൻ ആണെങ്കിൽ അത്തരം സ്റ്റേമനെ നമ്മൾ സ്റ്റേമിനോഡ് എന്നാണ് പറയുന്നത്. സ്റ്റേമിനോഡ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി ഇവിടെ പിക്ചറിൽ എന്താണ്, ആന്തർ ഉണ്ട്, ഫിലമെൻ്റ് ഉണ്ട്. ആൻഡ്രീഷ്യത്തിനെ കാണിച്ചിട്ടുണ്ട് അല്ലേ. അതായത് ഇതാണ് സ്റ്റേമൻ്റെ രണ്ട് പാർട്ടാണ്, ആന്തറും അതുപോലെ ഫിലമെൻറ്റും. ആന്തർ പ്ലസ് ഫിലമെൻ്റ് ആണെന്ത്, സ്റ്റേമൻ അല്ലേ. ആന്തർ പ്ലസ് ഫിലമെൻറ്റ്, സ്റ്റേമൻ ഈക്വൽ ടു ആന്തർ പ്ലസ് ഫിലമെൻറ്റ്. അതിൽ ആന്തറാണ് ഈ മുകളിലുള്ള യെല്ലോ കളറിലുള്ളത്, അടിയിലുള്ള സ്റ്റോക്ക് എന്താണ്, അതാണ് ഫിലമെൻറ്റ് അല്ലേ. ഇനി if they are attached to the perianth or tepals, they are called epiphyllous. അതായത് സ്റ്റേമൻസ് എന്താവാ, സ്റ്റേമൻസ് ചില കണ്ടീഷനിൽ, ഇപ്പോൾ നമ്മൾ പെരിയാന്തിൻ്റെ കേസ് പറഞ്ഞു. പെരിയാന്ത് എന്ന് പറയുമ്പോൾ കാലിക്സും അതുപോലെ കൊറോളയും യുണൈറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഫ്യൂസ്ഡ് ആയിട്ട് കാണപ്പെടുന്ന കണ്ടീഷനാണ് പെരിയാന്ത് അല്ലേ. ഈ പെരിയാന്തുമായിട്ട് സ്റ്റേമൻസ് അറ്റാച്ച്ഡ് ആണെങ്കിൽ ആ കണ്ടീഷൻ നമ്മൾ എപ്പിഫില്ലസ് എന്നാണ് പറയാം. എപ്പിഫില്ലസ് അല്ലേ. അപ്പോൾ എപ്പിഫില്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫില്ലസ് എന്നുള്ള ടൈം നമ്മൾ ഇവിടെ പെരിയാന്തിൻ്റെ കേസിൽ ഉപയോഗിക്കുന്നതാണ്. എപ്പിഫില്ലസ് എന്ന് പറയുമ്പം പെരിയാന്തുമായിട്ട് സ്റ്റേമൻസ് കണക്റ്റഡ് ആണെങ്കിൽ അതിന് ആ കണ്ടീഷനാണ് നമ്മൾ എപ്പിഫില്ലസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എപ്പിഫില്ലസ് സ്റ്റേമൻസ് എന്ന് പറയാം അല്ലേ. ഇനി ഇഫ് ദ സ്റ്റേമൻസ് ആർ ഫ്രീ ഫ്രം വൺ അനദർ ആൻഡ് ആൾസോ ഫ്രം ദി അതർ ഫ്ലോറൽ പാർട്സ് ഓർ ഫ്ലോറൽ വേൾഡ്സ്, ദ ആൻഡ്രീഷ്യം ഈസ് പോളി ആൻഡ്രസ്. അതായത് സ്റ്റേമൻസ് എന്താണ്, പരസ്പരം അവർ ഫ്രീ ആണ്, അതുപോലെ തന്നെ മറ്റു വേൾഡ്സിൽ നിന്നും ഫ്രീ ആണ്. അതായത് അവിടെ അറ്റാച്ച്മെൻ്റ് ഒന്നുമില്ല, പരസ്പരം അറ്റാച്ച് ചെയ്തിട്ടല്ല ഉള്ളത്. അതുപോലെ തന്നെ മറ്റു ഫ്ലോറൽ വേൾഡ്സ് ആയിട്ടുള്ള കാലിക്സുമായിട്ടോ കൊറോളയുമായിട്ടോ അല്ലെങ്കിൽ പെരിയാന്തുമായിട്ടോ ഒന്നും അറ്റാച്ച് ചെയ്തിട്ടല്ല ഉള്ളത്, ഫ്രീ ആയിട്ടാണുള്ളതെങ്കിൽ അവിടെ നമ്മൾ പോളി ആൻഡ്രസ് എന്നുള്ള ടേമാണ് യൂസ് ചെയ്യുന്നത്. ഇഫ് ദ സ്റ്റേമൻസ് ആർ അറ്റാച്ച്ഡ് ടു ദ പെറ്റൽസ്, ദേ ആർ ഡിസ്ക്രൈബ്ഡ് ആസ് എപ്പിപെറ്റലസ്. ഇനി പെറ്റലസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണുള്ളതെങ്കിൽ സ്റ്റേമൻസ് നമ്മൾ എപ്പിപെറ്റലസ് സ്റ്റേമൻസ് എന്നാണ് പറയുക. അപ്പോൾ എപ്പിഫില്ലസ് ഉണ്ട്, എപ്പിപെറ്റലസ് ഉണ്ട്, പോളി ആൻഡ്രസ് ഉണ്ട് അല്ലേ. എപ്പിഫില്ലസ് എന്ന് പറയുമ്പോൾ പെരിയാന്തുമായിട്ട് അല്ലെങ്കിൽ ടെപ്പൽസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണെങ്കിൽ സ്റ്റേമൻസ് നമ്മൾ എപ്പിഫില്ലസ് എന്നാണ് പറയുക. ഇനി പെറ്റൽസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണെങ്കിൽ എപ്പിപെറ്റലസ് എന്ന് പറയും. അതുപോലെ ഫ്രീ ആണെങ്കിൽ പരസ്പരം ഫ്രീ ആണ്, അതുപോലെ തന്നെ മറ്റു വേൾഡ്സിൽ നിന്നും ഫ്രീ ആണെങ്കിൽ അവിടെ നമ്മൾ പോളി ആൻഡ്രസ് എന്നുള്ള ടേമാണ് യൂസ് ചെയ്യുന്നത്. ബേസ്ഡ് ഓൺ ദി കൊഹീഷൻ, ആൻഡ്രീഷ്യം ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ആസ് ഫോളോസ്. അതായത് ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞു സ്റ്റേമന് ആന്തറും അതുപോലെ ഫിലമെൻറ്റുമാണുള്ളത് അല്ലേ. ഇത് ആന്തറാണ്, ഇതെന്താണ്, ഇത് ആന്തറാണ്, അതുപോലെ തന്നെ ഇത് ഫിലമെൻ്റ് ആണ് അല്ലേ, ഫിലമെൻറ്റ്. ഇനി ഒരു ഫ്ലവറിൻ്റെ കേസിൽ ഒരുപാട് സ്റ്റേമൻസ് ഉണ്ടാവും. അപ്പോൾ ഈ സ്റ്റേമൻസിലെ ഫിലമെൻസ് എല്ലാം എന്ത് ചെയ്യാം, ഫ്യൂസ് ചെയ്തിട്ട് കാണപ്പെടാം. ഫിലമെൻസ് ഒക്കെ ഫ്യൂസ് ചെയ്തിട്ട്, ആന്തേഴ്സ് എന്താണ്, സെപ്പറേറ്റ് ആയിട്ടാണുള്ളത് അല്ലേ. ഇങ്ങനെ ഫ്യൂസ് ചെയ്യുന്ന കണ്ടീഷൻ തന്നെ പല ടൈപ്പ് കണ്ടീഷൻ ഉണ്ട്. ഇവിടെ എല്ലാ സ്റ്റേമൻസും ഒരുമിച്ച് ഫ്യൂസ് ചെയ്തിട്ട് ഒറ്റ ബണ്ടിലായിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ
അതിനെ നമ്മൾ മൊണാഡൽഫസ് സ്റ്റേമൻസ് എന്നാണ് പറയുക. മൊണാഡൽഫസ് സ്റ്റേമൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേമൻസിലെ ഫിലമെൻസ് മൊത്തം യുണൈറ്റഡ് ആയിട്ട് ഒറ്റ ബണ്ടിലായിട്ടാണ് കാണപ്പെടുന്നത്. അതുപോലെ ഡൈ അഡൽഫസ് എന്ന് പറഞ്ഞാൽ ഇവിടെ പിക്ചറിലുണ്ട് അല്ലേ, അതായത് ഇതൊരു ബണ്ടിലാണ്, ഇത് വേറെ ഒരു ബണ്ടിലാണ്. അപ്പോൾ രണ്ട് ബണ്ടിലായിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ അതിന് നമ്മൾ എന്താ പറയുക അല്ലേ, ഇതൊരു ബണ്ടിലാണ്, അതുപോലെ ഇത് വേറെ ഒന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഒറ്റ ബണ്ടിലേ ഉള്ളൂ, ഇവിടെ രണ്ട് ബണ്ടിലുണ്ട്, അതുകൊണ്ട് ഇത് ഡൈ അഡൽഫസ് ആണ് അല്ലേ, ഡൈ അഡൽഫസ്. ഇനി പോളി അഡൽഫസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് ബണ്ടിൽസ് ആയിട്ട് അല്ലേ, ഇവിടെ പിക്ചറിലുണ്ട്, ഇതൊരു ബണ്ടിലാണ്, ഇത് വേറൊരു ബണ്ടിലാണ്, ഇത് വേറൊരു ബണ്ടിലാണ്, ഇങ്ങനെ ഒരുപാട് ബണ്ടിൽസിലായിട്ടാണ് സ്റ്റേമൻസിൻ്റെ ഫിലമെൻസ് ഫ്യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ അത്തരം കണ്ടീഷനെ നമ്മൾ പോളി അഡൽഫസ് കണ്ടീഷൻ എന്ന് പറയാം. അപ്പം മൊണാഡൽഫസ് സ്റ്റേമൻസ് എന്ന് പറയുമ്പോൾ ദ ഫിലമെൻസ് ഓഫ് ദി ഓൾ സ്റ്റേമൻസ് ഇൻ എ ഫ്ലവർ ആർ ഫ്യൂസ്ഡ് ഇൻ ടു എ സിംഗിൾ ബണ്ടിൽ ഓർ സ്റ്റെമിനൽ ട്യൂബ് അല്ലേ. ഒന്നുകിൽ ബണ്ടിൽ എന്ന് പറയാം, അല്ലെങ്കിൽ അതിനാണ് നമ്മൾ സ്റ്റെമിനൽ ട്യൂബ് എന്ന് പറയാം. ഒരു ബണ്ടിലായിട്ട് സ്റ്റേമൻസിൻ്റെ ഫിലമെൻസ് കാണപ്പെടുന്നതിനാണ് നമ്മൾ സ്റ്റെമിനൽ ട്യൂബ് എന്ന് പറയാം. ആൻഡ് ദ ആന്തേഴ്സ് ആർ അറ്റാച്ച്ഡ് ബൈ ദർ കണക്റ്റീവ്സ്. ഓക്കെ, ദ ഫിലമെൻസ് ഓഫ് ദ സ്റ്റേമൻസ് ആർ ഫ്യൂസ്ഡ് ഇൻ ടു 2 സെപ്പറേറ്റ് ബണ്ടിൽസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡൈ അഡൽഫസ് എന്നാണ് പറയാം അല്ലേ. അതുപോലെ പോളി അഡൽഫസ് എന്ന് പറഞ്ഞാൽ ഫിലമെൻസ് ആർ ഫ്യൂസ്ഡ് ടുഗദർ ഇൻ ടു മോർ ദാൻ 2 ബണ്ടിൽസ്. രണ്ടിലധികം ബണ്ടിൽസ് ആയിട്ടാണ് ഫിലമെൻസ് ഫ്യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ അവിടെ നമ്മൾ പോളി അഡൽഫസ് എന്നുള്ള ടേമാണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾസ് എല്ലാത്തിനും കൊടുത്തിട്ടുണ്ട് അല്ലേ. മെമ്പേഴ്സ് ഓഫ് മാൽവേസിയെ, മെമ്പേഴ്സ് ഓഫ് ഫാബേസിയെ, അതുപോലെ സിട്രസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇവരെ ക്ലാസിഫൈ ചെയ്യുന്നത് അവരുടെ ഫ്യൂഷൻ്റെ അടിസ്ഥാനത്തിൽ. ഇനി സ്റ്റേമൻ്റെ പാർട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സ്റ്റേമൻ എന്ന് പറയുന്നത് എന്താണ്? ഫിലമെൻറ്റും അതുപോലെ ആന്തറും കൂടി ചേർന്നതാണ് അല്ലേ. ഫിലമെൻ്റ് എന്ന് പറയുമ്പം ഇതാണ് ഫിലമെൻറ്റ്, ഇതാണ് ഫിലമെൻറ്റ്, ഇതാണ് എന്ത്? ആന്തർ. ഫിലമെൻ്റ് എന്ന് പറയുമ്പോൾ ലോങ് ആൻഡ് സ്ലെൻഡർ സ്റ്റോക്കാണ്, ലോങ് ആൻഡ് സ്ലെൻഡർ സ്റ്റോക്കാണ് ഫിലമെൻറ്റ്. അതുപോലെ ആന്തർ എന്ന് പറയുമ്പം ഫെർട്ടൈൽ പാർട്ടാണ്, പ്രൊഡ്യൂസസ് പോളൻ അല്ലേ. ആന്തറിൻ്റെ ഉള്ളിലാണ് എന്തുണ്ടാവുക? പോളൻ ഗ്രെയിൻസ് ഉണ്ടാവുക ആന്തറിൻ്റെ ഉള്ളിലാണ്. ഫിലമെൻറ്റ് അതിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത് അല്ലേ. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഓഫ് എ ഫ്ലവർ, അതാണ് സ്റ്റേമൻ. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ഫ്ലോറൽ വേൾഡ് കാൾഡ് ആൻഡ്രീഷ്യം. ആൻഡ്രീഷ്യത്തിലെ യൂണിറ്റ് ആണ് സ്റ്റേമൻ എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ ഇറ്റ് ഈസ് സെയിം ആസ് ദി മൈക്രോസ്പോറോഫിൽ ഓഫ് ലോവർ പ്ലാന്റ്സ്. ലോവർ പ്ലാന്റ്സിൽ അത് സ്റ്റേമനും അതുപോലെ കാർപ്പലിനും ഒക്കെ പകരം അവിടെ മൈക്രോസ്പോറോഫിലും മെഗാസ്പോറോഫിലും ഒക്കെയാണ് ഉള്ളത്. അപ്പം ലോവർ പ്ലാന്റിൻ്റെ കേസിലുള്ള മൈക്രോസ്പോറോഫിലിന് ഇക്വലൻ്റ് ആണ് ഇവിടെ സ്റ്റേമൻ അല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് സ്റ്റേമൻ്റെ സ്ട്രക്ചർ. ഇനി ഈച്ച് സ്റ്റേമൻ ഹാസ് 2 പാർട്സ്, എ ഫിലമെന്റ് ആൻഡ് ആന്തർ. ആന്തർ ഇസ് ബൈലോബ്ഡ് ആൻഡ് ഈച്ച് ലോബ് എൻക്ലോസസ് 2 മൈക്രോസ്പൊറാഞ്ചിയ. ആന്തറിൻ്റെ പിക്ചർ നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് വരയ്ക്കുക അല്ലേ. സാധാരണ ഇങ്ങനെയാണ് വരയ്ക്കുക അല്ലേ. അതായത് ഇതൊരു ലോബാണ്, ഇത് മറ്റൊരു ലോബാണ്. ഇങ്ങനെ 2 ലോബാണ് ആന്തറിന് ഉണ്ടാവുക. ഇനി ഓരോ ലോബിലും എന്താണ്? 2 പോളൻ സാക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ മൈക്രോസ്പൊറാഞ്ചിയ ഉണ്ടാവും. അപ്പം മൊത്തം 4 മൈക്രോസ്പൊറാഞ്ചിയ അല്ലെങ്കിൽ പോളൻ സാക്സ് ഉണ്ടാവും അല്ലേ. 2 ലോബാണുള്ളത്, ഓരോ ലോബിലും 2 മൈക്രോസ്പൊറാഞ്ചിയ അല്ലെങ്കിൽ പോളൻ സാക്സ് വീതം ഉണ്ടാവും. അങ്ങനെ 4 എന്താണ്? മൈക്രോസ്പൊറാഞ്ചിയ ഉണ്ടാവും അല്ലേ. 4 മൈക്രോസ്പൊറാഞ്ചിയ മൊത്തം ഒരു ആന്തറിൽ ഉണ്ടാവും. അപ്പം 4 മൈക്രോസ്പൊറാഞ്ചിയ ഉള്ളത് കൊണ്ട് 4 മൈക്രോസ്പൊറാഞ്ചിയ, 4 മൈക്രോസ്പൊറാഞ്ചിയ ഉള്ളത് കൊണ്ട് ടെട്രാ സ്പൊറാഞ്ചിയേറ്റ് എന്നാണ് നമ്മൾ പറയുക. ആന്തറിനെ പറയുന്നത് ടെട്രാ സ്പൊറാഞ്ചിയേറ്റ്. 4 മൈക്രോസ്പൊറാഞ്ചിയമുള്ള ആന്തറിൻ്റെ ആ കണ്ടീഷൻ നമ്മൾ ടെട്രാ സ്പൊറാഞ്ചിയേറ്റ് എന്നാണ് പറയുന്നത്. പോളൻ ഗ്രെയിൻസ് ആർ ഫോംഡ് ഇൻ ഈച്ച് ഓഫ് ദി മൈക്രോസ്പൊറാഞ്ചിയ. അപ്പോൾ ആന്തർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആന്തറിൻ്റെ ഉള്ളിൽ 2 ലോബാണുള്ളത്, ഓരോ ലോബിലും 2 മൈക്രോസ്പൊറാഞ്ചിയ വീതമുണ്ട്, അതുകൊണ്ട് ടെട്രാ സ്പൊറാഞ്ചിയേറ്റ് എന്ന് നമുക്ക് പറയാം അല്ലേ. ഇവിടെ കാണിച്ചിട്ടുള്ളത് ഒരു ക്രോസ് സെക്ഷനാണ്, ആന്തറിൻ്റെ ക്രോസ് സെക്ഷനാണ് കാണിച്ചിട്ടുള്ളത്. ഇതൊരു ലോബാണ്, അതുപോലെ തന്നെ ഇത് മറ്റൊരു ലോബാണ്. ഒരു ലോബിൽ ഇതൊരു മൈക്രോസ്പൊറാഞ്ചിയമാണ്, ഇത് വേറൊരു മൈക്രോസ്പൊറാഞ്ചിയാണ്, ഇതൊന്ന് അല്ലേ. ഇങ്ങനെ 4 മൈക്രോസ്പൊറാഞ്ചിയമാണ് ഒരു ആന്തറിൽ ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഇത്രയുമാണ് ആൻഡ്രീഷ്യത്തിൻ്റെ കേസ്, അതായത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. ഇനി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനാണ്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനാണ് ഗൈനീഷ്യം അല്ലേ.
ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് വേൾ ഓഫ് ദി ഫ്ലവർ ആണ് ഗൈനീഷ്യം. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് 1 or more കാർപ്പൽസ്. ഇതിലെ യൂണിറ്റ്സിനെയാണ് നമ്മൾ കാർപ്പൽസ് എന്ന് പറയുന്നത്. ഈച്ച് കാർപ്പൽ ഇസ് ഡിഫറൻഷിയേറ്റഡ് ഇൻറ്റു 3 പാർട്സ്: ഓവറി, സ്റ്റൈൽ ആൻഡ് സ്റ്റിഗ്മ. സ്റ്റിഗ്മ ഇതാണ് ഒരു കാർപ്പൽ. സ്റ്റിഗ്മ എന്ന് പറയുമ്പോൾ മുകളിലുള്ള ഈ ഭാഗം. ഞാനിവിടെ പോയിന്റർ യൂസ് ചെയ്യാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് എന്ത്? സ്റ്റിഗ്മ അല്ലേ? ഇതാണ് സ്റ്റിഗ്മ. ഈ സ്ലെൻഡർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിലമെൻ്റസ് ആയിട്ടുള്ള ഈ സ്ട്രക്ചറാണ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അടിയിലുള്ള ഭാഗം, അതായത് സൊള്ളൻ സ്ട്രക്ചറിനാണ് നമ്മൾ ഓവറി എന്ന് പറയുന്നത്. അപ്പോൾ കാർപ്പലിൽ സ്റ്റിഗ്മയുണ്ട്, അതുപോലെ സ്റ്റൈലുണ്ട്, ഓവറി ഉണ്ട്. ഇതാണ് നമ്മുടെ കാർപ്പലിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അല്ലേ? ഇതിൽ സ്റ്റിഗ്മ എന്ന് പറയുന്നത് ആക്ട് ആസ് എ പ്ലാറ്റ്ഫോം ഫോർ ദി ലാൻഡിങ് ഓഫ് പോളൻ. അതായത് പോളൻ ഗ്രെയിൻസ് വന്ന് പതിക്കുന്നത് എവിടെയാണ്? പോളൻ ഗ്രെയിൻസ് വന്ന് പതിക്കുന്നത് ഈ ഭാഗത്താണ് അല്ലേ? അതുകൊണ്ടാണ് അത് ഫ്ലാറ്റ് ആയിട്ട് കാണപ്പെടുന്നത്, പരന്നിട്ടാണ് കാണപ്പെടുക, മാക്സിമം പോളൻ ഗ്രെയിൻസിനെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് അല്ലേ? അപ്പോൾ ഈ ഭാഗമാണ് സ്റ്റിഗ്മ. ഇനി സ്റ്റൈൽ എന്ന് പറയുന്നത് ഇലോങ്ങേറ്റഡ് ഫിലമെൻ്റസ് പാർട്ട്, ഈ പാർട്ടാണ് സ്റ്റൈൽ അല്ലേ? അതുപോലെ ഓവറി എന്ന് പറയുന്നത് ഒവ്യൂൾസ് ആർ പ്രസൻറ്റ്, താഴെയുള്ള ഈ സൊള്ളൻ പാർട്ടിനാണ് നമ്മൾ ഓവറി എന്ന് പറയാം. അതിൻ്റെ ഉള്ളിൽ എന്താണ്? അതിൻ്റെ ഉള്ളിലാണ് ഒവ്യൂൾസ് ഉള്ളത് അല്ലേ? ഓവറിൻ്റെ ഉള്ളിൽ ചേമ്പേഴ്സ് ഉണ്ടാവും, അതിൻ്റെ ഉള്ളിലാണ് ഒവ്യൂൾസ് പ്രസൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അത്രയുമാണ് പിസ്റ്റിലിൻ്റെ പ്രധാനപ്പെട്ട പാർട്സ് എന്ന് പറയുന്നത്. ഇനി ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് കാർപ്പൽസ് ദ ഗൈനീഷ്യം ക്യാൻ ബി ഓഫ് ദി ഫോളോയിങ് ടൈപ്സ്. കാർപ്പൽസ് എന്നും പറയാം, പിസ്റ്റിൽ എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ? ഒരു പിസ്റ്റിലാണുള്ളതെങ്കിൽ ഗൈനീഷ്യത്തിനെ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്യാണ്. ഒറ്റ പിസ്റ്റിൽ മാത്രമുള്ള ഗൈനീഷ്യമാണെങ്കിൽ അതിനെ നമ്മൾ, അല്ലെങ്കിൽ ഒറ്റ കാർപ്പൽ മാത്രമുള്ളതാണെങ്കിൽ മോണോ കാർപ്പലറി എന്നാണ് പറയാം. 1 കാർപ്പൽ മാത്രമുള്ള ഗൈനീഷ്യത്തെ നമ്മൾ മോണോ കാർപ്പലറി എന്ന് പറയും. അതുപോലെ 2 കാർപ്പൽസ് ഉണ്ടെങ്കിൽ ബൈ കാർപ്പലറി എന്ന് പറയും. 3 കാർപ്പൽസ് ആണെങ്കിൽ ട്രൈ കാർപ്പലറി എന്നും 3-ലധികമാണെങ്കിൽ മൾട്ടി കാർപ്പലറി എന്നുള്ള ടേമുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാർപ്പൽസിൻ്റെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗൈനീഷ്യത്തെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒറ്റ കാർപ്പലാണെങ്കിൽ മോണോ കാർപ്പലറി, 2 ആണെങ്കിൽ ബൈ കാർപ്പലറി, അതുപോലെ 3 ആണെങ്കിൽ ട്രൈ കാർപ്പലറി, അതിൽ കൂടുതലാണെങ്കിൽ മൾട്ടി കാർപ്പലറി അല്ലേ? മെനി കാർപ്പൽസ് ആണെങ്കിൽ മൾട്ടി കാർപ്പലറി കണ്ടീഷൻ എന്നാണ് നമ്മൾ പറയാം. ഇനി എ പോളി കാർപ്പലറി അല്ലെങ്കിൽ മൾട്ടി കാർപ്പലറി പിസ്റ്റിൽ മേ ബി അപ്പോ കാർപ്പസ് ഓർ സിങ്കാർപ്പസ്. കൂടുതലുണ്ടെങ്കിൽ അത് നേരത്തെ നമ്മൾ ആൻഡ്രീഷ്യത്തിൻ്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ ഒന്നുകിൽ ഫ്യൂസ്ഡ് ആയിട്ട് കാണപ്പെടാം, അല്ലെങ്കിൽ യുണൈറ്റഡ് ആയിട്ട് കാണപ്പെടാം, അല്ലെങ്കിൽ എന്താവാം ഫ്രീ ആയിട്ടും കാണപ്പെടാം അല്ലേ? ഇനി ഇവർ ഫ്യൂസ്ഡ് ആയിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ, അതായത് കാർപ്പൽസ് അല്ലെങ്കിൽ പിസ്റ്റിൽസ് ഫ്യൂസ്ഡ് ആയിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ അതിന് നമ്മൾ സിങ്കാർപ്പസ് കണ്ടീഷൻ എന്നാണ് പറയാം. ദ യുണൈറ്റഡ് കണ്ടീഷൻ ഓഫ് ദി കാർപ്പൽ ഈസ് നോൺ ആസ് സിങ്കാർപ്പസ് അല്ലേ? ഇവിടെ ഇവിടെ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്, ഇതാണ് സിങ്കാർപ്പസ് കണ്ടീഷൻ. അതായത് കാർപ്പൽസ് യുണൈറ്റഡ് ആണ്. ഇവിടെ ഓരോ കാർപ്പലും വേറെ വേറെ കാണിച്ചിട്ടുണ്ട് അല്ലേ? ഇതിന് നമ്മൾ അപ്പോ കാർപ്പസ് കണ്ടീഷൻ എന്നാണ് പറയാം. അപ്പോ കാർപ്പസ് എന്ന് പറയുമ്പോൾ എന്താണ്? കാർപ്പൽസ് ഫ്രീ ആണ്. അപ്പോൾ കാർപ്പൽസ് ഫ്രീ ആണെങ്കിൽ നേരെ നമ്മൾ പോളി ആൻഡ്രസ് എന്നൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത് ആൻഡ്രീഷ്യത്തിൻ്റെ കേസിൽ അല്ലേ? ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? അപ്പോ കാർപ്പസ് ആൻഡ് സിങ്കാർപ്പസ്. അപ്പോ കാർപ്പസ് എന്ന് പറഞ്ഞാൽ ഫ്രീ ആണ്, അതുപോലെ സിങ്കാർപ്പസ് എന്ന് പറഞ്ഞാൽ കാർപ്പൽസ് എല്ലാം യുണൈറ്റഡ് ആയിട്ട് ഒറ്റൊന്നായിട്ട് ആണ് കാണപ്പെടുന്നത് അല്ലേ? ഇനി ഓവറി ഈസ് ദ ബേസൽ സൊള്ളൻ പാർട്ട് ഓഫ് ദി പിസ്റ്റിൽ അല്ലേ? അതായത് പിസ്റ്റിലിൻ്റെ പിസ്റ്റിലിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തുള്ള സൊള്ളൻ പാർട്ട്, ബേസൽ സൊള്ളൻ പാർട്ടിനാണ് നമ്മൾ ഓവറി എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ആൻ ഒവേറിയൻ കാവിറ്റി വിത്ത് 1 or more ചേമ്പേഴ്സ് ഓർ ലോക്യൂൾസ്. ഇതിൻ്റെ ഉള്ളിൽ ഒവേറിയൻ കാവിറ്റി ഉണ്ട്. ആ ഒവേറിയൻ കാവിറ്റിയിൽ ഒന്നോ അതിലധികമോ ലോക്യൂൾസ് അല്ലെങ്കിൽ ചേമ്പേഴ്സ് ഉണ്ട്. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഒവ്യൂൾസിനെ കാണുന്നത്. ദ ഒവ്യൂൾ ഈസ് അറ്റാച്ച്ഡ് വിത്ത് പാരൻകൈമാറ്റസ് കുഷ്യൻസ് കാൾഡ് പ്ലാസൻഡ. അപ്പോൾ ഈ ഒവ്യൂൾസ് ഓവറിയുടെ വാളുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് പ്ലാസൻഡ എന്ന് പറയുന്ന സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്, ഇതാണ് പ്ലാസൻഡ അല്ലേ? ഇതാണ് പ്ലാസൻഡ. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? പ്ലാസൻഡ എന്ന് പറയുന്നത് ഓവറിയുടെ വാളുമായിട്ട്, അല്ലെങ്കിൽ ഓവറിയുടെ വാളുമായിട്ട്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഓവറിയുടെ ഉള്ളിൽ ലോക്യൂൾസ് അല്ലെങ്കിൽ ചേമ്പേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഓവ്യൂൾസ് ഓവറിയുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ആരുപയോഗിച്ചിട്ടാണ്? പ്ലാസൻഡയുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് അല്ലേ? പ്ലാസൻഡയാണ് ഇവരെ ഓവറി വാളുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ, ഇനി ബേസ്ഡ് ഓൺ ദി പൊസിഷൻ ഓഫ് ദി ഓവറി ഫ്ലവേഴ്സ് ആർ ഗ്രൂപ്പ്ഡ് ഇൻ ടു 3 categories.
ഇപ്പം നമ്മൾ ഫ്രീ ആണോ അതുപോലെ ഫ്യൂസ്ഡ് ആണോ എന്നതിനെ ബേസ് ചെയ്തിട്ട് കാർപ്പൽസിൻ്റെ ഫ്യൂഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തത്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്ലവേഴ്സിനെ, അതായത് ഓവറി എവിടെയാണ് ഉള്ളത് അല്ലെങ്കിൽ ഗൈനീഷ്യം എങ്ങനെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് എന്നതിനെ ബേസ് ചെയ്തിട്ട് ഫ്ലവേഴ്സിനെ നമുക്ക് പ്രധാനമായിട്ടും 3 കാറ്റഗറീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്നാമത്തത് ഹൈപ്പോഗൈനസ് ഫ്ലവർ ആണ്. ഹൈപ്പോഗൈനസ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഇവിടെ 3ൻ്റെയും പിക്ചർ കാണിച്ചിട്ടുണ്ട്. ഹൈപ്പോഗൈനസ് എന്ന് പറയുമ്പം ഗൈനീഷ്യത്തിൻ്റെ താഴെയാണ് ബാക്കിയുള്ള വേൾഡ്സ് ഒക്കെ ഉണ്ടാവുക. അതായത് ഗൈനീഷ്യം അല്ലെങ്കിൽ ഓവറി മുകളിലാണ് ഉണ്ടാവുക. മുകളിലുള്ള ഓവറി നമ്മൾ സുപ്പീരിയർ ഓവറി എന്നാണ് പറയുക. വെൻ ഓവറി ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദ തലാമസ് എബവ് ഓൾ ദി അതർ ഫ്ലോറൽ ഓർഗൻസ് ആൻഡ് ഓവറി ഈസ് സുപ്പീരിയർ. ഹൈപ്പോഗൈനസ് ഫ്ലവർ എന്ന് പറയുന്നത് എപ്പോഴാണ്? ഓവറി എന്താണ്? ബാക്കിയുള്ള വേൾഡ്സ് ആരൊക്കെയാണ്? കാലിക്സ് ഉണ്ട്, അതുപോലെ കൊറോള ഉണ്ട്, ആൻഡ്രീഷ്യം ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ആൻഡ്രീഷ്യത്തിൻ്റെയും കാലിക്സിൻ്റെയും കൊറോളയുടെയും ഒക്കെ ഏറ്റവും മുകളിലായിട്ടാണ് നമ്മുടെ ഓവറി ഉള്ളതെങ്കിൽ ആ ഓവറി നമ്മൾ സുപ്പീരിയർ ഓവറി എന്നാണ് പറയുക. അത്തരം ഫ്ലവേഴ്സിന് നമ്മൾ, അതായത് ഓവറി മുകളിലുള്ള ഫ്ലവേഴ്സിന് നമ്മൾ എന്താ പറയുക? ഹൈപ്പോഗൈനസ് ഫ്ലവേഴ്സ് എന്നാണ് പറയുക. എക്സാമ്പിൾസ് മസ്റ്റാർഡ്, ടൊമാറ്റോ, ബ്രിഞ്ചൽ, ചൈന റോസ്, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ് അല്ലേ. അപ്പോൾ ഓവറി മുകളിലാണ്. ഇപ്പോൾ ഇവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് അല്ലേ. ഇവിടെ എന്താണ്? ഓവറി മുകളിലാണ്. ബാക്കിയുള്ള, അതായത് ഇത് ആൻഡ്രീഷ്യമാണ്, ഇത് കൊറോളയാണ്, ഇതെന്താണ്? കാലിക്സ് ആണ്. ഇതൊക്കെ ഓവറിയുടെ താഴ്ഭാഗത്താണുള്ളത് അല്ലേ. അങ്ങനെ ഓവറി മുകളിലായിട്ടുള്ള ഓവറിനെ നമ്മൾ സുപ്പീരിയർ ഓവറി എന്ന് പറയാം. അതുപോലെ ഈ കണ്ടീഷൻ, ഇത്തരം ഫ്ലവേഴ്സിനെ നമ്മൾ ഹൈപ്പോഗൈനസ് ഫ്ലവേഴ്സ് എന്നാണ് പറയാം. ഇനി ഇവിടെ നമ്മൾ നോക്കുമ്പം ഇവിടെ തലാമസ് ഇങ്ങോട്ട് വന്നിട്ട് തലാമസ് ഒരു കപ്പ് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഏകദേശം ഓവറിൻ്റെ അതേ ഇതിൽ നിന്ന്, അതായത് അതേ ലെവലിൽ നിന്ന് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? കൊറോളയും കാലിക്സും ആൻഡ്രീഷ്യവും ഒക്കെ വരുന്നത് അല്ലേ. അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുഭാഗത്ത് നിന്നാണെന്ന് പറയാം. അപ്പോൾ അവിടെ നമ്മൾ ഹാഫ് ഇൻഫീരിയർ ഓവറി അല്ലെങ്കിൽ ഹാഫ് സുപ്പീരിയർ ഓവറി എന്നാണ് പറയാം. അത്തരം ഫ്ലവേഴ്സ് നമ്മൾ പെരിഗൈനസ് ഫ്ലവേഴ്സ് എന്നാണ് പറയാം. വെൻ തലാമസ് ഫോംസ് എ കപ്പ് ലൈക്ക് സ്ട്രക്ചർ അറൌണ്ട് ദി ഓവറി ആൻഡ് ബിയസ് അതർ ഫ്ലോറൽ ഓർഗൻസ്. അതായത് ഇതാണ് കപ്പ് ലൈക്ക് സ്ട്രക്ചർ അല്ലേ. ഈ കപ്പ് ലൈക്ക് സ്ട്രക്ചറിലാണ് കാലിക്സും കൊറോളയും അതുപോലെ ആൻഡ്രീഷ്യവും ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഓവറി അല്ലേ. അപ്പോൾ ഇങ്ങനെ ഓവറിക്ക് ചുറ്റും നിന്നും തലാമസിൻ്റെ കപ്പ് ലൈക്ക് സ്ട്രക്ചറിൽ നിന്നുമാണ് ബാക്കിയുള്ള ഫ്ലോറൽ വേൾഡ്സ് ഒക്കെ വരുന്നതെങ്കിൽ അത്തരം ഫ്ലവേഴ്സ് നമ്മൾ പെരിഗൈനസ് ഫ്ലവേഴ്സ് എന്നാണ് പറയാം. ആ ഓവറിന് നമ്മൾ എന്താ പറയുക? ഇത് ഏറ്റവും ടോപ്പിലും അല്ല, എന്നാൽ ഏറ്റവും താഴെയല്ല, ഒരുമിച്ചാണുള്ളത് അല്ലേ, ഒരേപോലെയാണുള്ളത്. അതുകൊണ്ട് നമ്മൾ ഓവർ ഈസ് ഹാഫ് സുപ്പീരിയർ ഓർ ഹാഫ് ഇൻഫീരിയർ എന്നാണ് പറയാം. ഹാഫ് സുപ്പീരിയർ ഓവറി ഓർ ഹാഫ് ഇൻഫീരിയർ ഓവറി. എക്സാമ്പിൾസ് ഇവിടെ ഉണ്ട് അല്ലേ. റോസ്, പ്ലം ആൻഡ് പീച്ചൊക്കെ എക്സാമ്പിൾസ് ആണ്. ഇനി മൂന്നാമത്തത് എന്താണ്? ഇവിടെ ഓവറി ഏറ്റവും താഴെയാണുള്ളത് അല്ലേ. ഓവറി താഴെയാണുള്ളത്. ഇതിൻ്റെ മുകളിലാണ് എന്തുള്ളത്? കാലിക്സും കൊറോളയും ആൻഡ്രീഷ്യവും ഒക്കെ ഉള്ളത്. അങ്ങനത്തെ കണ്ടീഷനെ, ആ ഓവറിനെ നമ്മൾ എന്താ പറയുക? ഇൻഫീരിയർ ഓവറി എന്നാണ് പറയാം അല്ലേ. ഓവറി ഈസ് ഇൻഫീരിയർ ഓവറി എന്നാണ് പറയാം. ഇത്തരം ഫ്ലവേഴ്സിനെ, അതായത് ഓവറി താഴെയും ഓവറിക്ക് മുകളിലായിട്ടാണ് ബാക്കിയുള്ള ഫ്ലോറൽ വേൾഡ്സ് ഒക്കെ ഉള്ളതെങ്കിൽ അത്തരം ഫ്ലവേഴ്സിനെ നമ്മൾ എപ്പിഗൈനസ് ഫ്ലവേഴ്സ് എന്നാണ് പറയുക. എപ്പി എന്ന് പറയുമ്പം മുകളിൽ അല്ലേ. എപ്പിഗൈനസ് എന്ന് പറയുമ്പം ഗൈനീഷ്യത്തിൻ്റെ മുകളിലുള്ളത് എന്നുള്ള അർത്ഥത്തിലാണ് എപ്പിഗൈനസ് എന്നുള്ള ടേം നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒന്നാമത്തത് ഹൈപ്പോഗൈനസ് ഫ്ലവർ. ഹൈപ്പോഗൈനസ് എന്ന് പറയുമ്പം ഗൈനീഷ്യത്തിൻ്റെ താഴെയാണ്, അല്ലെങ്കിൽ ഓവറിയുടെ താഴെയാണ് ബാക്കിയുള്ള എല്ലാ വേൾഡ്സും ഉള്ളത് അല്ലേ. അവിടെ ഓവറി സുപ്പീരിയർ ആണ്. പെരിഗൈനസ് എന്ന് പറയുമ്പം അതിന് ചുറ്റുമാണുള്ളത് കപ്പിലേക്ക് സ്ട്രക്ചർ തലാമസ് ഫോം ചെയ്തിട്ട് അതിൻ്റെ ചുറ്റുമാണ് എന്തുള്ളത്? മറ്റു ഫ്ലോറൽ വേൾഡ്സ് ഉള്ളത്. എപ്പിഗൈനസ് എന്ന് പറയുമ്പം ഓവറി മുകളിലാണുള്ളത്. എപ്പിഗൈനസ് എന്ന് പറയുമ്പം ഓവറി താഴെയാണുള്ളത്. ബാക്കിയുള്ള വേൾഡ്സ് ഒക്കെ എന്താണ്? മുകളിലാണ് അല്ലേ. ഗൈനീഷ്യത്തിൻ്റെ മുകളിൽ എന്ന് നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ എപ്പിഗൈനസ് എന്ന് പറയുമ്പോൾ ഗൈനീഷ്യത്തിൻ്റെ മുകളിൽ. അപ്പോൾ ഗൈനീഷ്യം എവിടെയാണ്? താഴെയാണ്. അതുകൊണ്ട് തന്നെ ഇൻഫീരിയർ ആണ്, ഓവറി ഇൻഫീരിയർ ആണ്. ഇങ്ങനെ 3 ആയിട്ട് നമുക്ക് ഫ്ലവേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയുമാണ് ഗൈനീഷ്യം. അപ്പോൾ നമ്മൾ കാലിക്സ് കണ്ടു, കൊറോള കണ്ടു, അതുപോലെ ആൻഡ്രീഷ്യം കണ്ടു, പിന്നീട് നമ്മൾ ഗൈനീഷ്യം കണ്ടു അല്ലേ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആയിട്ടുള്ള ആൻഡ്രീഷ്യത്തിലെ സ്റ്റേമൻസിനെ കുറിച്ചും അതുപോലെ അതിൻ്റെ ഉള്ളിലുള്ള ആന്തറിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചുമൊക്കെയാണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഈസ് കാൾഡ് ആൻഡ്രീഷ്യം ആൻഡ് ദർ യൂണിറ്റ് ഈസ് കാൾഡ് സ്റ്റേമൻ അല്ലേ. ആൻഡ്രീഷ്യത്തിലെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് നമ്മൾ സ്റ്റേമൻ എന്നാണ് പറയുന്നത്.
A typical stamen differentiate into 3 parts: a long thin structure called filament which joins the stamen to the thalamus. The free end of the filament, a solen spore bearing structure, is called anther. Anther and filament are attached together with the help of a small region called connective. ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് 3 ടേംസ് ആണ്. ഒന്ന് ആന്തർ, മറ്റൊന്ന് കണക്റ്റീവ്, മറ്റൊന്ന് ഫിലമെന്റ്. ഫിലമെന്റ് എന്ന് പറയുമ്പോൾ ലോങ് തിൻ സ്ട്രക്ചർ ആണ്. ആന്തർ സൊളൻ സ്ട്രക്ചർ ആണ്. അതിൻ്റെ ഉള്ളിലാണ് പോളൻ ഗ്രെയിൻസ് ഉണ്ടാവുക. ഇവരെ രണ്ടുപേരെയും, അതായത് ഫിലമെന്റിനെ ആന്തറുമായിട്ട് അല്ലെങ്കിൽ ആന്തറിനെ ഫിലമെന്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ കണക്റ്റീവ് എന്നാണ് പറയുക. കണക്റ്റീവ് കണ്ടെയ്ൻസ് വാസ്കുലാർ ടിഷ്യൂസ്. കണക്റ്റീവിൽ വാസ്കുലാർ ടിഷ്യൂസ് പ്രസന്റ് ആണ്. ഇനി ഈച്ച് ആന്തർ ഈസ് ജനറലി എ ബൈലോബ്ഡ് സ്ട്രക്ചർ. ആന്തർ ഹാസ് 2 ആന്തർ ലോബ്സ് ആൻഡ് ഈസ് കാൾഡ് ഡൈതീക്കസ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു ആന്തറിൽ 2 ലോബാണ് ഉണ്ടാവുക അല്ലേ. ഇത് ക്രോസ് സെക്ഷൻ വലുതാക്കി വരച്ചിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ നോക്കിയാൽ ഇതെന്താണ്, ഇത് ഒരു ലോബാണ്, ഈ ഭാഗത്തേക്കുള്ളത്, ഈ ഭാഗത്തേക്കുള്ളത് മറ്റൊരു ലോബാണ്. അപ്പോൾ ഓരോ ലോബിലും ഇവിടെ 2 മൈക്രോസ്പൊറാഞ്ചി ഉണ്ട് അല്ലേ. ഇങ്ങനെ 2 ലോബ് ഉള്ളത് കൊണ്ട് ഇത് നമ്മൾ ഡൈതീക്കസ് എന്നാണ് പറയുക. തീക്ക എന്ന് പറഞ്ഞാൽ എന്താണ്, തീക്ക എന്ന് പറഞ്ഞാൽ സാക്ക് എന്നൊക്കെയുള്ള ഒരു മീനിങ് ആണുള്ളത് അല്ലേ. അപ്പോൾ ഡൈതീക്കസ് എന്ന് പറയുമ്പോൾ 2 ലോബാണ് ഉള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഈച്ച് ലോബ് ഓഫ് ആന്തർ ഹാസ് 2 ചേമ്പേഴ്സ് വിച്ച് ആർ കാൾഡ് പോളൻ സാക്സ് ഓർ പോളൻ ചേമ്പേഴ്സ്. ഓരോ ലോബിലും 2 സാക്സ് ആണുള്ളത്, അല്ലെങ്കിൽ പോളൻ സാക്സ് എന്നാണ് അതിനെ പറയാം, അല്ലെങ്കിൽ എന്താണ് പോളൻ ചേമ്പേഴ്സ് എന്നാണ് പറയാം അല്ലേ. Therefore a typical anther has 4 pollen sacs, അതായത് ടെട്രാസ്പൊറാഞ്ചിയേറ്റ് എന്നാണ് പറയാം. അപ്പം 2 ലോബുണ്ട്, ഓരോ ലോബിലും 2 സാക്സ് വീതമുണ്ട്. അതുകൊണ്ട് 4 സാക്സ് ആണ്, അല്ലെങ്കിൽ 4 പോളൻ സാക്സ് ആണുള്ളത്. അതുകൊണ്ട് നമ്മൾ ടെട്രാസ്പൊറാഞ്ചിയേറ്റ് എന്നാണ് പറയുന്നത്. പോളൻ ഗ്രെയിൻസ് ആർ ഫോംഡ് ഇൻസൈഡ് ദ പോളൻ സാക്ക് ത്രൂ ദി മിയോട്ടിക് ഡിവിഷൻ ഓഫ് പോളൻ മദർ സെൽസ്. ഈ പോളൻ സാക്സിൻ്റെ ഉള്ളിൽ മൈക്രോസ്പോർ മദർ സെല്ലിൻ്റെ മിയോസിസ് നടന്നിട്ടാണ് ആരുണ്ടാവുക, പോളൻ ഗ്രെയിൻസ് ഉണ്ടാവുക. അപ്പോൾ പോളൻ ഗ്രെയിൻസ് ഉണ്ടാകുന്ന സാക്ക് ആയതുകൊണ്ടാണ് പോളൻ സാക്ക് എന്ന് പറയുന്നത്. പോളൻ സാക്കിൻ്റെ ഉള്ളിൽ മിയോസിസ്, സാധാരണ നമുക്കറിയാം മെയിൽ ഗമേറ്റ്സും ഫീമെയിൽ ഗമേറ്റ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മിയോസിസ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് അല്ലേ. 2n കണ്ടീഷനിലുള്ളത് n കണ്ടീഷനായി മാറുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ പോളൻ സാക്കിൻ്റെ ഉള്ളിലുള്ള മൈക്രോസ്പോർ മദർ സെൽസ് എന്ത് ചെയ്യാണ്, മിയോസിസ് നടന്നിട്ട് മൈക്രോസ്പോർ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ മൈക്രോസ്പോറോജനസിസ് എന്ന് പറയുന്നത്. ആന്തർ പ്രൈമോഡിയം ഹാസ് ആർക്കിസ്പോറിയൽസ്. ഇനി നമ്മൾ എന്താണ് ആന്തറിൻ്റെ സ്ട്രക്ചർ പോവാണ്, ആന്തറിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. ആന്തറിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഒന്നുകൂടി ഒരു അനാലിസിസ് നടത്താണ് അല്ലേ, സ്ട്രക്ചറിൻ്റെ അനാലിസിസ് നടത്താണ്. ആന്തർ പ്രൈമോഡിയം ഹാസ് ആർക്കിസ്പോറിയൽ സെൽസ് ഇൻ ഇറ്റ്സ് ഇന്നർ സൈഡ്. അപ്പം ഞാനതൊന്ന് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതായത് ഒരു ഉണ്ടായി വരുന്ന ആന്തർ, ചെറിയ ആന്തറാണ് ഞാൻ ഇവിടെ വരക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലുള്ള സെൽസ് അത് നമ്മൾ ആർക്കിസ്പോറിയൽ സെൽസ് എന്നാണ് പറയാം. ആന്തർ പ്രൈമോഡിയത്തിലെ സെൽസിനെ ആർക്കിസ്പോറിയൽ സെൽസ് എന്നാണ് പറയാം. ഈ ആർക്കിസ്പോറിയൽ സെൽസ് ആദ്യം എന്ത് ചെയ്യും, പെരിക്ലൈനൽ ഡിവിഷൻ നടത്തും. പെരിക്ലൈനൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതിനാണ് പെരിക്ലൈനൽ ഡിവിഷൻ എന്ന് പറയാം. ഒന്നുകിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെയും ഡിവൈഡ് ചെയ്യാം അല്ലേ. ഇതിന് നമ്മൾ ആൻറ്റി ക്ലൈനൽ എന്നാണ് പറയാം. ആൻറ്റി ക്ലൈനൽ ഡിവിഷൻ. ഇതിനെ നമ്മൾ പെരിക്ലൈനൽ ഡിവിഷൻ എന്നാണ് പറയാം. പെരിക്ലൈനൽ ഡിവിഷൻ. അപ്പോൾ പെരിക്ലൈനൽ ഡിവിഷൻ ആണ് നടക്കുന്നതെങ്കിൽ പുറത്തേക്കും അകത്തേക്കും ലെയേഴ്സ് ഇങ്ങനെ ആഡ് ചെയ്യാണ് ചെയ്യുക അല്ലേ. ആൻറ്റി ക്ലൈനൽ ആണ് നടക്കുന്നതെങ്കിൽ ഇതിൻ്റെ എന്താണ് സർക്കുംഫറൻസ് കൂടുകയാണ് ചെയ്യുക അല്ലേ. കാരണം സൈഡിലോട്ടാണ് എന്ത് ചെയ്യുക, സൈഡിലോട്ടാണ് സെൽസ് ഇങ്ങനെ ആഡ് ചെയ്ത് വരിക. ഇങ്ങനെ ഇവിടെ നോക്കിയാൽ അറിയാം അല്ലേ, ഇതിപ്പോൾ ഒരു സെല്ലാണെങ്കിൽ ഇത് ഡിവൈഡ് ചെയ്തിട്ട് ഒന്ന് ഇങ്ങോട്ടും അതുപോലെ മറ്റൊന്ന് ഇങ്ങോട്ടാണ് വളരുന്നത് അല്ലേ. അപ്പോൾ എന്താണ് സർക്കുംഫറൻസ് കൂടാണ് ചെയ്യുക. മറ്റേതാവുമ്പോൾ ഒന്ന് പുറത്തേക്കും ഒന്ന് ഉള്ളിലേക്കുമാണ് അല്ലേ. അപ്പം എന്താണ് ലെയേഴ്സ് ഇങ്ങനെ ആഡ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഇത് പെരിക്ലൈനൽ ഡിവിഷൻ നടന്നിട്ട് ആർക്കിസ്പോറിയൽ സെല്ലിൽ പെരിക്ലൈനൽ ഡിവിഷൻ നടന്നിട്ട് 2 ലെയേഴ്സ് ഫോം ചെയ്യും, അല്ലെങ്കിൽ 2 ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ടാവും. 2 ലെയേഴ്സ് ഓഫ് സെൽസ് ഉണ്ടാവും. അതിൽ ഉൾഭാഗത്തേക്കുള്ള സെല്ലിന് നമ്മൾ സ്പോറോജീനസ് ടിഷ്യൂ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ സ്പോറോജീനസ് സെൽസ് എന്നാണ് പറയുന്നത്. പുറമേക്കുള്ളതിന് നമ്മൾ പറൈറ്റൽ സെൽസ് എന്നാണ് പറയുക, പറൈറ്റൽ സെൽസ്. അപ്പോൾ ആർക്കിസ്പോറിയൽ സെല്ലിൻ്റെ ഉള്ളിലുള്ള ആന്തർ പ്രൈമോഡിയത്തിൻ്റെ ഉള്ളിലുള്ള ആർക്കിസ്പോറിയൽ സെൽസ് പെരിക്ലൈനൽ ഡിവിഷൻ നടത്തിയിട്ട് 2 ടൈപ്പ് ഓഫ് സെൽ ലെയേഴ്സ് ഉണ്ടാക്കി. ഒന്നാമത്തേത് പറൈറ്റൽ സെൽസ് പുറത്തേക്കും
അതുപോലെ സ്പോറോജീനസ് ടിഷ്യൂ ഉള്ളിലേക്കും അല്ലേ. ഇനി ഈ പറൈറ്റൽ സെൽസിൽ നിന്നാണ് എന്തുണ്ടാവുക, ആന്തറിൻ്റെ വാൾ ലെയേഴ്സ്. ആന്തറിന് പ്രധാനമായും 4 വാൾസ് ആണുള്ളത്. അതിൽ വാൾ ലെയേഴ്സ് ഫോം ചെയ്യുന്നത് എവിടെ നിന്നാണ്, ഈ പറൈറ്റൽ സെൽസിൽ നിന്നാണ്. ഈ ഉള്ളിലേക്കുള്ള സ്പോറോജീനസ് ടിഷ്യൂവിൽ നിന്നും സെൽസ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് വന്നിട്ട് അതാണ് പിന്നീട് മൈക്രോസ്പോർ മദർ സെല്ലായി മാറുക. ആ മൈക്രോസ്പോർ മദർ സെല്ലിൻ്റെ ഡിവിഷൻ നടന്നിട്ട്, മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ടാണ് മൈക്രോസ്പോർസ് ഫോം ചെയ്യുക. പറൈറ്റൽ സെൽസ് ഡിഫറൻഷിയേറ്റ് ടു ഫോം ആന്തർ വാൾ ലെയേഴ്സ്. സ്പോറോജീനസ് സെൽസ് ഡിഫറൻഷിയേറ്റ് ടു ഫോം മൈക്രോസ്പോർ മദർ സെൽസ്, ദാറ്റ് ഈസ് MMC, വിച്ച് ഗിവ്സ് റൈസ് ടു മൈക്രോസ്പോർസ് അല്ലേ. അപ്പോൾ ആന്തർ പ്രൈമോഡിയത്തിൽ ആർക്കിസ്പോറിയൽ സെൽസ് ഉണ്ട്. ആർക്കിസ്പോറിയൽ സെൽസിൻ്റെ പെരിക്ലൈനൽ ഡിവിഷൻ നടന്നിട്ട് 2 ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ടാവും. അതാണ് ഒന്നാമത്തത് പറൈറ്റൽ സെൽസും രണ്ടാമത്തത് സ്പോറോജീനസ് സെൽസും. പറൈറ്റൽ സെൽസിൽ നിന്നാണ് ആന്തറിൻ്റെ വാൾ ലെയേഴ്സ് ഉണ്ടാകുന്നത്. സ്പോറോജീനസ് സെൽസിൽ നിന്നാണ് മൈക്രോസ്പോർ മദർ സെല്ല് ഡിഫറൻഷിയേറ്റ് ചെയ്ത് വരുന്നത്. അതിൻ്റെ മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ടാണ് പിന്നീട് എന്തുണ്ടാകുന്നത്, മൈക്രോസ്പോർ ഉണ്ടാകുന്നത്. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മൈക്രോസ്പോറോജനസിസ് എന്ന് പറയുന്നത്. അതായത് മൈക്രോസ്പോർ മദർ സെല്ലിൻ്റെ മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് മൈക്രോസ്പോർസ് ഉണ്ടാകുന്ന പ്രോസസ്സ്. അപ്പം ഞാനിത് ഇവിടെ ഒരു ചാർട്ടായിട്ട് വരച്ചിട്ടുണ്ട്. ആർക്കിസ്പോറിയൽ സെല്ലാണ് എവിടെ ഉള്ളത്, നമ്മുടെ ആന്തർ പ്രൈമോഡിയത്തിലുള്ളത് അല്ലേ. ഈ ആർക്കിസ്പോറിയൽ സെല്ലിൻ്റെ ഡിവിഷൻ നടക്കുന്നു, എന്നിട്ട് 2 സെൽസ് ഉണ്ടാകുന്നു. പുറമേക്കുള്ളത് പറൈറ്റൽ സെൽസും ഉള്ളിലേക്കുള്ളത് സ്പോറോജീനസ് സെൽസും. പറൈറ്റൽ സെൽസിൽ നിന്നാണ് ആന്തറിൻ്റെ വാൾ ലെയേഴ്സ് ഫോം ചെയ്യുന്നത്. ആ വാൾ ലെയേഴ്സ് ആണ് എൻഡോത്തീഷ്യവും മിഡിൽ ലെയേഴ്സും അതുപോലെ ടപ്പീറ്റവും ഒക്കെ. ഇനി സ്പോറോജീനസ് സെൽസ് അത് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് മൈക്രോസ്പോർ മദർ സെൽ ഉണ്ടാകും. അതിൻ്റെ മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് അല്ലെങ്കിൽ മിയോസിസ് നടന്നിട്ട് എന്തുണ്ടാവും, മൈക്രോസ്പോർസ് ഫോം ചെയ്യും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സ്. ഇനി നമ്മളിപ്പം ആന്തറിൻ്റെ വാൾ ലെയേഴ്സ് എന്ന് പറഞ്ഞു അല്ലേ. പറൈറ്റൽ സെൽസിൽ നിന്ന് വാൾ ലെയേഴ്സ് ഉണ്ടാകുമെന്ന് പറഞ്ഞു. ആന്തറിൻ്റെ വാള് പ്രധാനമായിട്ടും 4 ലെയറാണ് ആന്തറിൻ്റെ വാളിനുള്ളത്. ഒന്ന് ഏറ്റവും പുറത്തുള്ള എപ്പിഡെർമിസ്. സാധാരണ ഏത് ഓർഗൻ ആയാലും സാധാരണ ഏറ്റവും പുറത്തുള്ളത് എപ്പിഡെർമിസ് ആണ് ഉണ്ടാവാറുള്ളത് അല്ലേ. അതിൻ്റെ ഫങ്ഷനും സെയിം ആയിരിക്കും ഏകദേശം. ഇനി അതിൻ്റെ ഉള്ളിലുള്ളത് എൻഡോത്തീഷ്യമാണ്, ദെൻ മിഡിൽ ലെയേഴ്സ്, ദെൻ ടപ്പീറ്റം. ഓരോന്നായിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം അല്ലേ. എപ്പിഡെർമിസ് എന്ന് പറയുമ്പം എപ്പിഡെർമിസ് ഈസ് യൂഷ്വലി പ്രൊട്ടക്റ്റീവ് ഇൻ നേച്ചർ. ഏറ്റവും പുറത്തുള്ളതായതുകൊണ്ട് അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റീവ് ഇൻ നേച്ചറാണ്. അത് പ്രൊട്ടക്ഷനാണ് അതിൻ്റെ ഫംഗ്ഷൻ, സാധാരണ എപ്പിഡെർമിസിൻ്റെ ഫംഗ്ഷൻ. എൻഡോത്തീഷ്യം എന്ന് പറയുമ്പം എപ്പിഡെർമിസിൻ്റെ തൊട്ട് ഉള്ളിലുള്ള ജസ്റ്റ് ഉള്ളിലുള്ള അല്ലേ ലെയറാണ് എൻഡോത്തീഷ്യം. ഇറ്റ് ഈസ് എ സെക്കൻഡ് ലെയർ ബിലോ ദി എപ്പിഡെർമിസ് മേഡപ്പ് ഓഫ് സെൽസ് വിത്ത് ഫൈബ്രസ് തിക്കനിങ് ഉള്ള സെൽസ് ആണ്. ഈ ഫൈബ്രസ് തിക്കനിങ് ഉള്ളത് കൊണ്ട് തന്നെ ആന്തറിൻ്റെ ഡെഹിസൻസ് നടക്കുമ്പോൾ, ആന്തറിൻ്റെ ഡെഹിസൻസ് എന്ന് പറയുമ്പം ആന്തർ പൊട്ടിയിട്ട് പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ മൈക്രോസ്പോർസ് പുറത്ത് വന്നിട്ട് അവർ മറ്റുള്ള സ്റ്റിഗ്മയിൽ പോയിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ഫ്ലവേഴ്സിൻ്റെ സ്റ്റിഗ്മയിൽ പോയി വീണിട്ട് വേണം എന്ത് ചെയ്യാൻ, പോളിനേഷൻ നടക്കാൻ അല്ലേ. അപ്പോൾ ആന്തർ ഇങ്ങനെ പൊട്ടിയിട്ട് പോളൻ ഗ്രെയിൻസ് പുറത്ത് വരുന്ന ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ ആന്തറിൻ്റെ ഡെഹിസൻസ് ഓഫ് ആന്തർ എന്ന് പറയുന്നത്. ഇതിൽ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്, ഫൈബ്രസ് ബാൻഡ്സ് ആണ്. ഈ മിഡിൽ എൻഡോത്തീഷ്യത്തിലുള്ള ഫൈബ്രസ് ബാൻഡ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ആന്തറിൻ്റെ ഡെഹിസൻസിൽ ഹെൽപ്പ് ചെയ്യുന്നത്. ഫൈബ്രസ് ബാൻഡ്സ് പ്രസന്റ് ഓൺ ദ വാൾസ് ഓഫ് എൻഡോത്തീഷ്യം ഹെൽപ്സ് ഇൻ ഡെഹിസൻസ് ഓഫ് പോളൻ അറ്റ് മെച്യൂരിറ്റി. ഇനി മിഡിൽ ലെയേഴ്സ് ആണ് അടുത്തത് അല്ലേ. അപ്പോൾ ആരാണ് ഏറ്റവും പുറത്തുള്ളത്, എപ്പിഡെർമിസ് ആണ്, ദെൻ എൻഡോത്തീഷ്യം, ദെൻ മിഡിൽ ലെയേഴ്സ്. മിഡിൽ ലെയേഴ്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അവർ ഡീജനറേറ്റ് ചെയ്തിട്ട് ഗ്രോയിങ് MMCക്ക്, അതായത് സ്പോറോജീനസ് ടിഷ്യൂവിൽ നിന്നുമാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് മൈക്രോസ്പോർ മദർ സെല്ല് ഉണ്ടാവുക അല്ലേ. ഈ മൈക്രോസ്പോർ മദർ സെല്ലിന് ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഡ്യൂട്ടി. ഇവർ ഡീജനറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, മൈക്രോസ്പോർ മദർ സെല്ലിന് നറിഷ്മെൻറ്റ് കൊടുക്കും. ഇനി ടപ്പീറ്റമാണ് അടുത്തത്. ടപ്പീറ്റം പെർഫോംസ് എ നമ്പർ ഓഫ് ഫങ്ഷൻസ്. ടപ്പീറ്റൽ സെൽസ് മേ ഹാവ് എ വെരി പ്രോമിനൻറ്റ് ന്യൂക്ലിയസ് ഓർ ദേ കുഡ് ബി ബൈ ന്യൂക്ലിയേറ്റ് ഓർ മൾട്ടി ന്യൂക്ലിയേറ്റ്. ഒന്നുകിൽ വലിയ ഒറ്റ ന്യൂക്ലിയസ് ആവാം, അല്ലെങ്കിൽ ഒരുപാട് ന്യൂക്ലിയസ് ഉണ്ടാവാം അല്ലേ. ഇനി ടപ്പീറ്റം 2 ടൈപ്സ് ഓഫ് സെൽസ് ആണ്. ഒന്ന് അമീബോയിഡ് ടപ്പീറ്റൽ സെൽസും രണ്ടാമത്തേത് സെക്രീറ്ററി ടപ്പീറ്റൽ സെൽസും. അമീബോയിഡ് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട്, അമീബ പോലെയാണ്. അതായത് ഒരു പ്രത്യേക സ്ട്രക്ചറൊന്നും ഇല്ലാത്ത ഒരു സെൽസ് അല്ലേ. This fuse to form a plasmodium or periplasmodium and it passes in between the sporogenous cells to nourish them. അതായത് ഇതിപ്പം ഞാൻ ചെറിയൊരു റഫായിട്ടൊരു പിക്ചർ വരക്കാണ്.
ഇതാണ് എന്ത് അമീബോയിഡ് ടപ്പീറ്റൽ സെല്ല്. ഈ അമീബോയിഡ് ടപ്പീറ്റൽ സെൽസ് സ്പോറോജീനസ് ടിഷ്യൂവിൻ്റെ ഇടയിൽ കൂടെ മൂവ് ചെയ്തിട്ട് അവിടെ ഉള്ള ഗ്രോയിങ് MMCക്ക് അല്ലെങ്കിൽ സ്പോറോജീനസ് സെൽസിന് എന്ത് ചെയ്യാണ് നറിഷ്മെൻറ്റ് കൊടുക്കുകയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത്. ആരാണ്? അമീബോയിഡ് ടപ്പീറ്റൽ സെൽസ് അല്ലേ. അമീബോയിഡ് ടപ്പീറ്റൽ സെൽസ് സ്പോറോജീനസ് ടിഷ്യൂവിൻ്റെ ഇടയിലൂടെ മൂവ് ചെയ്തിട്ട് അവർക്ക് നറിഷ്മെൻറ്റ് കൊടുക്കുകയാണ് ചെയ്യുക. ഇനി അടുത്തത് ആരാണ്? സെക്രീറ്ററി ടപ്പീറ്റൽ സെൽസ് ആണ്. സെക്രീറ്ററി ടപ്പീറ്റൽ സെൽസ് എന്ന് പറയുമ്പോൾ അവരെന്തൊക്കെയോ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, പേരിൽ തന്നെ ഉണ്ട് അല്ലേ. ദ സെക്രീറ്റ് സബ്സ്റ്റൻസസ് ഫോർ ദി സ്പോറോജീനസ് സെൽസ് ഫോർ ദർ ഗ്രോത്ത് ആൻഡ് ഡിഫറൻഷിയേഷൻ. സ്പോറോജീനസ് സെൽസിൻ്റെ ഗ്രോത്തിനും ഡിഫറൻഷിയേഷനൊക്കെ വേണ്ടിയിട്ടുള്ള സബ്സ്റ്റൻസിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ പ്രൊഡ്യൂസ് സ്പോറോപൊള്ളനിൻ ആൻഡ് വാരിയസ് പ്രോട്ടീൻസ്. സ്പോറോപൊള്ളനിൻ എന്ന് പറയുമ്പം നമുക്കറിയാം പോളൻ ഗെയിൻസിൻ്റെ ഏറ്റവും പുറമേയുള്ള കോട്ടിങ് നമ്മൾ എക്സൈൻ എന്നാണ് പറയുന്നത്. ഹാർഡായിട്ടുള്ള കോട്ടിംഗ് ആണ്. ആ കോട്ടിങ് ഉള്ളത് കൊണ്ടാണ് അത് സേഫായിട്ട് നിൽക്കുന്നത് പോളൻ ഗെയിൻസ്. അപ്പോൾ ഈ എക്സൈൻ ഉണ്ടാക്കുന്നത് സ്പോറോപൊള്ളൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ഉപയോഗിച്ചിട്ടാണ്. സ്പോറോപൊള്ളൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? സെക്രീറ്ററി ടപ്പീറ്റൽ സെൽസ് ആണ്. ടുവേർഡ്സ് മെച്യൂരിറ്റി ബോത്ത് ദ ടൈപ്പ് ഓഫ് ടപ്പീറ്റം ഡീജനറേറ്റ്സ്. രണ്ട് ടപ്പീറ്റും അവസാനത്തിൽ മെച്യൂരിറ്റിയുടെ സമയത്ത് എന്ത് ചെയ്യും? രണ്ട് ടപ്പീറ്റും ഡീജനറേറ്റ് ചെയ്യും. അതായത് അമീബോയിഡ് ടപ്പീറ്റൽ സെൽസും അതുപോലെ സെക്രീറ്ററി ടപ്പീറ്റൽ സെൽസും. ദീസ് സെൽസ് ആർ മെറ്റബോളിക്കലി വെരി ആക്റ്റീവ്, റെഗുലേറ്റ് ദി പ്രോസസ് ഓഫ് മൈക്രോസ്പോറോജനസിസ് അല്ലേ. മെറ്റബോളിക്കലി ആക്റ്റീവാണ്. മൈക്രോസ്പോറോജനസിസ് എന്ന് പറയുന്ന പോളൻ മദർ സെൽസിൽ നിന്നും മൈക്രോസ്പോർ ഉണ്ടാകുന്ന പ്രോസസ്സിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതും ഇവരുടെ ഡ്യൂട്ടിയാണ്. ഇനി ജനറലി നമ്മൾ ടപ്പീറ്റത്തിൻ്റെ ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ അവരെന്താണ്? ട്രാൻസ്പോർട്ട് ന്യൂട്രിയൻസ് ടു MMC, മൈക്രോസ്പോർ മദർ സെല്ലിന് ന്യൂട്രിയൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ യുബിഷ് ഗ്രാനുവൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. യുബിഷ് ഗ്രാനുവൽസ് ആണ് ഇറ്റ് പ്രൊഡ്യൂസസ് യുബിഷ് ഗ്രാനുവൽ കണ്ടെയ്നിങ് സ്പോറോപൊള്ളൻ ഫോർ എക്സൈൻ ഫോർമേഷൻ. സ്പോറോപൊള്ളൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് കണ്ടെയ്ൻ ചെയ്യുന്ന യുബിഷ് ഗ്രാനുവൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എക്സൈൻ ഫോർമേഷന് വേണ്ടിയിട്ട് അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞു പോളൻ ഗെയിനിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗത്തെ ടഫായിട്ടുള്ള ഭാഗത്തെ നമ്മൾ എക്സൈൻ എന്ന് പറയാം. അതിൻ്റെ ഫോർമേഷനാണ് സ്പോറോപൊള്ളനിൻ്റെ അല്ലെങ്കിൽ യുബിഷ് ഗ്രാനുവലിൻ്റെ ഒക്കെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി പോളൻ കിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമുക്കറിയാം ഇൻസെക്ട്സ് ഒക്കെ പോളിനേഷൻ നടത്തുന്ന ഫ്ലവേഴ്സ് ആണെങ്കിൽ ഇൻസെക്റ്റ് വന്നിട്ട് നമ്മളെ പോളൻ ഫ്ലവറിൽ വന്നിട്ട് എന്ത് ചെയ്യും? ഹണി ആണെങ്കിൽ ഹണി എന്തോ ഒരു റിവാർഡ് ഉണ്ടാവും അവിടെ അല്ലേ. അത് കുടിക്കാൻ വേണ്ടി വരുന്നതായിരിക്കും. അത് കുടിച്ചിട്ട് തിരിച്ചു പോകുമ്പം ഈ വന്നിട്ടുള്ള ഇൻസെക്റ്റിൻ്റെ കാലിലോ കയ്യിലോ എവിടെയെങ്കിലുമൊക്കെ അതിൻ്റെ ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഈ പോളൻ ഗ്രെയിൻസ് അറ്റാച്ച് ചെയ്ത് നിൽക്കണം അല്ലേ. അപ്പോൾ അതിനെ ഒട്ടിക്കാൻ, അതായത് അതിനെ അറ്റാച്ച് ചെയ്യിക്കാൻ, ഈ ഇൻസെക്റ്റിൻ്റെ ശരീരത്തിൽ അറ്റാച്ച് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ സാധനമാണ് പോളൻ കിറ്റ് എന്ന് പറയുന്നത്. അതൊരു ഗമ്മാണ്. അപ്പോൾ ആ ഗമ്മുള്ളത് കൊണ്ടാണ് ഇവരുടെ ശരീരത്തിൽ പോളൻസ് എന്ത് ചെയ്യുന്നത്? ഒട്ടി നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതും ആരുടെ ഡ്യൂട്ടിയാണ്? ടപ്പീറ്റത്തിൻ്റെ ഡ്യൂട്ടിയാണ്. സെക്രീറ്റ്സ് പ്രോട്ടീൻസ് ഫോർ കമ്പാറ്റബിലിറ്റി റിയാക്ഷൻസ്. കമ്പാറ്റബിലിറ്റി റിയാക്ഷൻ എന്ന് പറയുമ്പോൾ പോളൻ ഗ്രെയിൻസ് ഫ്ലവറിൽ വന്നിട്ട് എന്താണ്? സ്റ്റിഗ്മയിൽ വന്നിട്ട് ലാൻഡ് ചെയ്യും. ലാൻഡ് ചെയ്തതിൻ്റെ ശേഷം ഇവർ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നടത്തിയിട്ട് നോക്കുകയാണ് ഈ ഫീമെയിൽ ഫ്ലവർ ഈ പോളൻ ഗ്രെയിനുമായിട്ട് അല്ലെങ്കിൽ ഇവിടെയുള്ള ഫീമെയിൽ ഫ്ലവറിൻ്റെ ക്യാരക്ടേഴ്സ് ഈ പോളൻ ഗ്രെയിൻസുമായിട്ട് നടത്താൻ ഇവർ പിന്നീട് മെയിൽ ഗമേറ്റും ഫീമെയിൽ ഗമേറ്റും ഫെർട്ടിലൈസ് ചെയ്യാണല്ലോ ചെയ്യുക. അപ്പോൾ അതിന് കമ്പാറ്റബിൾ ആണോ അല്ലേ എന്ന് കെമിക്കൽ റിയാക്ഷൻസിലൂടെ നോക്കും. അപ്പോൾ ആ കെമിക്കൽ റിയാക്ഷൻസ് അതിനെ നമ്മൾ കമ്പാറ്റബിലിറ്റി റിയാക്ഷൻസ് എന്ന് പറയുക. അതിന് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? അല്ലെങ്കിൽ സെക്രീറ്റ് ചെയ്യുന്നത് ടപ്പീറ്റമാണ്. അപ്പോൾ ഇങ്ങനെ ഇത് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക? അത് കോമ്പാറ്റബിൾ ആണെങ്കിൽ മാത്രം, അത് യോജിക്കുന്നതാണെങ്കിൽ മാത്രമേ അവിടെ എന്ത് ചെയ്യുള്ളൂ? സക്സസ്ഫുൾ ആയിട്ടുള്ള പോളിനേഷനും അതിൻ്റെ ശേഷമുള്ള പോളൻ ട്യൂബിൻ്റെ ഗ്രോത്തും ഒക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ അതിനുള്ള ആ റിയാക്ഷൻസിനുള്ള പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ സെക്രീറ്റ് ചെയ്യുക എന്നുള്ളത് ടപ്പീറ്റത്തിൻ്റെ ഫംഗ്ഷനാണ്. ഇനി ഇൻഡോൾ അസറ്റിക് ആസിഡ് പോലത്തെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ കാലേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി മൈക്രോസ്പോറോജനസിസ് അല്ലേ. മൈക്രോസ്പോറോജനസിസ്, ജനസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡക്ഷൻ എന്നാണ് അർത്ഥം അല്ലേ, ഉണ്ടാക്കുക എന്നുള്ള അർത്ഥം. മൈക്രോസ്പോറോജനസിസ് എന്ന് പറയുമ്പോൾ മൈക്രോസ്പോറിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഫോർമേഷൻ അല്ലേ, അതിനാണ് മൈക്രോസ്പോറോജനസിസ് എന്ന് പറയുക. നമ്മൾ പറഞ്ഞു ആന്ത്രപ്രൈമോഡിയത്തിൽ ആർക്കിസ്പോറിയൽ സെൽസ് ഉണ്ട്. ആർക്കിസ്പോറിയൽ സെല്ലിൻ്റെ പെരിക്ലൈനൽ ഡിവിഷൻ നടന്നിട്ട് പറൈറ്റൽ സെല്ലും സ്പോറോജിനസ് സെല്ലും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്.
സ്പോറോജീനസ് സെൽസ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് മൈക്രോസ്പോർ മദർ സെൽ ഉണ്ടാകുന്നുണ്ട്. ഈ മൈക്രോസ്പോർ മദർ സെല്ലിൻ്റെ മിയോസിസ് നടന്നിട്ടാണ് മൈക്രോസ്പോർ ഉണ്ടാവുക അല്ലേ. പോളൻ മദർ സെല്ലാണ് ഇവിടെ ഉള്ളത്. അതായത് സ്പോറോജീനസ് ടിഷ്യൂവിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്ത് വരുന്നത് പോളൻ മദർ സെല്ലാണ് അല്ലേ. ഈ പോളൻ മദർ സെല്ലിൻ്റെ മിയോസിസ് നടന്നിട്ടാണ് എന്തുണ്ടാവുക, ടെട്രാഡ് ഓഫ് പോളൻ അല്ലെങ്കിൽ 4 പോളൻസ് ഒരുമിച്ച് കൂടിയിട്ടുള്ള ടെട്രാഡ് ഓഫ് പോളൻസ് ഉണ്ടാവുക. അത് പിന്നീട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് പോളൻ ഗ്രെയിൻസ് ഉണ്ടാവുക. അപ്പോൾ ഇതിനാണ് നമ്മൾ മൈക്രോസ്പോറോജെനസിസ് എന്ന് പറയുന്നത്. അതായത് പോളൻ മദർ സെൽസിൽ നിന്നും പോളൻസ് ഉണ്ടാകുന്ന പ്രോസസ്സ് അല്ലേ, അല്ലെങ്കിൽ മൈക്രോസ്പോർ മദർ സെല്ലിൽ നിന്നും മൈക്രോസ്പോർസ് ഉണ്ടാകുന്ന പ്രോസസ്സ്. സ്പോറോജീനസ് സെൽസ് ഡിഫറൻഷിയേറ്റ് ടു ഫോം MMC, മൈക്രോസ്പോർ മദർ സെൽസ്, ആൾസോ കാൾഡ് PMC. ഒന്നുകിൽ നമുക്ക് MMC എന്ന് പറയാം, മൈക്രോസ്പോർ മദർ സെല്ല്. ഇവരെന്താണ് 2N കണ്ടീഷനിലാണ് ഉണ്ടാവുക അല്ലേ, ഡിപ്ലോയിഡ് ആണ്. ഇവരെ മിയോസിസ് നടന്നിട്ടാണ് എന്തുണ്ടാവുക, മൈക്രോസ്പോർ ഉണ്ടാവുക, മൈക്രോസ്പോർ. ഓക്കെ, they undergo meiotic division and produce 4 microspores or pollen grains. 4 ഒരുമിച്ച് കൂടിയിട്ടുള്ള കണ്ടീഷൻ നമ്മൾ മൈക്രോസ്പോർ ടെട്രാഡ് എന്നാണ് പറയുക. മൈക്രോസ്പോർ മദർ സെൽസ് ഡെവലപ്പ് ആൻഡ് ഇന്റേണൽ ലെയർ ഓഫ് കാലോസ്. ദിസ് ലെയർ ബ്രേക്സ് ദി പ്ലാസ്മോഡെസ്മാറ്റൽ കണക്ഷൻസ് ബിറ്റ്വീൻ ദി സെൽസ്. അതായത് മൈക്രോസ്പോർ മദർ സെല്ല് കാലോസ് തിക്കനിങ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾക്കറിയാം സാധാരണ സെൽസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്നത് ആരാണ്, പ്ലാസ്മോഡെസ്മാറ്റയാണ് അല്ലേ. പ്ലാസ്മോഡെസ്മാറ്റയിലൂടെയാണ് സെൽ ടു സെൽ പ്ലാസ്മോഡെസ്മാറ്റയിലൂടെയാണ് സെൽ ടു സെൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഇവിടെ കാലോസിൻ്റെ തിക്കനിങ് ഫോം ചെയ്യുന്നത് കൊണ്ട് അതിനെ ബ്രേക്ക് ചെയ്യുന്നു. ആ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പ്ലാസ്മോഡെസ്മാറ്റൽ കണക്ഷൻസിനെ അവർ ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇന്ന് നമ്മൾ ഫ്ലവറിൻ്റെ പാർട്സ് കണ്ടു, വേൾഡ്സ് കണ്ടു, അതുപോലെ തന്നെ ആൻഡ്രീഷ്യത്തെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു, ആന്തറിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചും നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് കഴിഞ്ഞ എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഒന്നാമത്തേത്, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് നോട്ട് ട്രൂ? പോളൻ ഗ്രെയിൻസ് ഓഫ് മെനി സ്പീസീസ് കോസ് സിവിയർ അലർജീസ്. സ്റ്റോർഡ് പോളൻ ഇൻ ലിക്വിഡ് നൈട്രജൻ ക്യാൻ ബി യൂസ്ഡ് ഇൻ ദി ക്രോപ്പ് ബ്രീഡിംഗ് പ്രോഗ്രാംസ്. ഇത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും ഇത് രണ്ടും. മൂന്നാമത്തത്, ടപ്പീറ്റം ഹെൽപ്സ് ഇൻ ദി ഡെഹിസൻസ് ഓഫ് ആന്തർ അല്ലേ. അതായത് നമ്മൾ ഇന്ന് പറഞ്ഞതാണ് എന്തല്ല, ടപ്പീറ്റത്തിൻ്റെ ഫംഗ്ഷൻ അല്ല ആന്തറിൻ്റെ ഡെഹിസൻസ് എന്ന് പറയുന്നത് ടപ്പീറ്റം അല്ല ചെയ്യുന്നത് അല്ലേ. നമുക്കറിയാം എൻഡോതീഷ്യമാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ട് റോങ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ഇതൊരു റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് ട്രൂ എന്നാണ് ചോദിച്ചത് അല്ലേ. നോട്ട് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് സി ആണ്. എക്സൈൻ ഓഫ് പോളൻ ഗ്രെയിൻസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്പോറോപൊളൈൻ. അതായത് പോളൻ ഗ്രെയിൻസിൻ്റെ ഏറ്റവും പുറമേയുള്ള കോട്ടിങ് നമ്മൾ പറഞ്ഞതാണ്, പുറമേയുള്ള കോട്ടിങ് ആയിട്ടുള്ള എക്സൈന് സ്പോറോപൊളൈൻ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്. അതും കറക്റ്റാണ് അല്ലേ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സിവിയർ അലർജിക്ക് കാരണമാകുന്നുണ്ട്. അതുപോലെ സ്റ്റോർഡ് പോളൻ ഇൻ ലിക്വിഡ് നൈട്രജൻ ക്യാൻ ബി യൂസ്ഡ് ഇൻ ദി ക്രോപ്പ് ബ്രീഡിംഗ് പ്രോഗ്രാംസ്. പോളൻ ഗ്രെയിൻസ് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോർ ചെയ്തിട്ട് അത് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ലേ. ഇനി പ്രോക്സിമൽ എൻഡ് ഓഫ് ദി ഫിലമെൻറ്റ് ഓഫ് സ്റ്റേമൻ ഈസ് അറ്റാച്ച്ഡ് ടു. ഏതൊരു ഓർഗൻ ആണെങ്കിലും അതിനൊരു പ്രോക്സിമൽ എൻഡ്, ഇപ്പോൾ ഇത് ബോഡിയാണ്, ഞാൻ ജനറലായിട്ട് പറയുകയാണ്, ഇതൊരു ബോഡിയാണ്. ഈ ബോഡിയുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ഓർഗനാണിത്. അപ്പോൾ ഈ ബോഡിയുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഈ ഭാഗത്തെയാണ് നമ്മൾ പ്രോക്സിമൽ എൻഡ് എന്ന് പറയാം, ഈ ഭാഗത്ത് നമ്മൾ ഡിസ്റ്റൽ എൻഡ് എന്നാണ് പറയാം. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് പ്രോക്സിമൽ എൻഡ് ഓഫ് ദി ഫിലമെൻറ്റ് ഓഫ് സ്റ്റേമൻ ഈസ് അറ്റാച്ച്ഡ് ടു ഫിലമെൻറ്റ് ആന്തർ, ഇങ്ങനെയാണുള്ളത് അല്ലേ. സ്റ്റേമന് ഈ ഫിലമെൻറ്റിൻ്റെ പ്രോക്സിമൽ എൻഡ് എവിടെയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളതെന്ന്. ഇവിടെ നമുക്കറിയാം തലാമസ് ആണുള്ളത് അല്ലേ. തലാമസ് എന്നാണ് കാലിക്സും കൊറോളയും അതുപോലെ ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ഒക്കെ വരുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോക്സിമൽ എൻഡ് തലാമസുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ എപ്പിപെറ്റലസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. എപ്പിപെറ്റലസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റേമൻസ്, ഇത് സ്റ്റേമനാണ്, ഇത് കൊറോളയുമായി അല്ലെങ്കിൽ പെറ്റലുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഈ കണ്ടീഷനാണ് നമ്മൾ എപ്പിപെറ്റലസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകിൽ പെറ്റലുമായിട്ടായിരിക്കും അല്ലെങ്കിൽ തലാമസുമായിട്ടായിരിക്കും. ഇനി ഇൻ ആൻജിയോസ്പേംസ് മൈക്രോസ്പോറോജനസിസ് ആൻഡ് മെഗാസ്പോറോജനസിസ് ഇൻവോൾവ് മിയോസിസ്, ഒക്കർ ഇൻ ഓവ്യൂൾ, ഒക്കർ ഇൻ ആന്തർ, ഫോം ഗമേറ്റ്സ് വിത്തൗട്ട് ഫർദർ ഡിവിഷൻസ്. അതായത്
മൈക്രോസ്പോറോജനസിൻ്റെയും മെഗാസ്പോറോജനസിൻ്റെയും കോമൺ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഒക്കർ ഇൻ ഒവ്യൂൾ എന്ന് പറയുമ്പം ഒവ്യൂളിൽ നടക്കുന്നത് മെഗാസ്പോറോജനസിസ് ആണ്. അവിടെ എന്ത് നടക്കുന്നില്ല? മൈക്രോസ്പോറോജനസിസ് ആന്തറിലാണ് നടക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് രണ്ടും തെറ്റാണ്. കാരണം രണ്ടിൻ്റെയും കൂടിയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഫോം ഗമീറ്റ്സ് വിത്തൗട്ട് ഫർദർ ഡിവിഷൻസ്, പിന്നീട് ഡിവൈഡ് ചെയ്യുന്നില്ല, അതും തെറ്റാണ് അല്ലേ. അപ്പം മിയോസിസ്, അതായത് ഇതാണ് ഒന്നാമത്താണ് കറക്റ്റ് ആൻസർ. രണ്ടിലും മിയോസിസ് നടക്കുന്നുണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ മിയോസിസ് ഉണ്ടാവും അല്ലേ. കാരണം എന്താണ്? നമുക്ക് ഗമീറ്റ്സ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗമീറ്റ്സ് ആണ്. ഡിപ്ലോയിഡ് സെൽസിൽ നിന്നും ഹാപ്ലോയിഡ് ഗമീറ്റ്സ് ഫോം ചെയ്യണമെങ്കിൽ അവിടെ നിർബന്ധമായിട്ടും മിയോസിസ് ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ഇൻവോൾവ് മിയോസിസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇനി വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? എൻഡോത്തീഷ്യം പ്രൊഡ്യൂസസ് ദ മൈക്രോസ്പോർ. മൈക്രോസ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എൻഡോത്തീഷ്യം അല്ല അല്ലേ, ആരാണ്? സ്പോറോജീനസ് ടിഷ്യൂ ആണ്. പിന്നെ ടപ്പീറ്റം നറിഷസ് ദ ഡെവലപ്പിംഗ് പോളൻ. ഹാർഡ് ഔട്ടർ ലെയർ ഓഫ് പോളൻ ഇസ് കാൾഡ് ഇൻഡൈൻ. ഇത് തെറ്റാണ് അല്ലേ. അതായത് ഹാർഡ് ഔട്ടർ ലെയർ നമ്മൾ എക്സൈൻ എന്നാണ് പറയുന്നത്. സ്പോറോജീനസ് ടിഷ്യൂ ഇസ് ഹാപ്ലോയിഡ്. ഹാപ്ലോയിഡ് അല്ല, ഡിപ്ലോയിഡ് ആണ്. ഡിപ്ലോയിഡ് സ്പോറോജീനസ് ടിഷ്യൂവിൽ നിന്ന് പിന്നീട് മിയോസിസ് നടന്നിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് വരുന്ന മൈക്രോസ്പോർ മദർ സെല്ലിൻ്റെ മിയോസിസ് നടന്നിട്ടാണ് ഹാപ്ലോയിഡ് ആയിട്ടുള്ള മൈക്രോസ്പോർ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇതും തെറ്റാണ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ടപ്പീറ്റം നറിഷസ് ദ ഡെവലപ്പിംഗ് പോളൻ അല്ലേ. അതായത് നമ്മൾ പറഞ്ഞു അമീബോയിഡ് ടപ്പീറ്റൽ സെൽസൊക്കെ മൂവ് ചെയ്തിട്ട് സ്പോറോജീനസ് സെൽസിന് നറിഷ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് എന്നുള്ള ഭാഗമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. മെഗാസ്പോർസ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ദി മെഗാസ്പോർ മദർ സെൽസ് ആഫ്റ്റർ. മെഗാസ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? മെഗാസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെഗാസ്പോർ മദർ സെല്ലിൽ നിന്നും എങ്ങനെയാണെന്ന്? ആഫ്റ്റർ മൈറ്റോട്ടിക് ഡിവിഷനാണ്, മിയോട്ടിക് ഡിവിഷനാണ്. ഇതിലേത് ഡിവിഷനാണ്? മിയോട്ടിക് ആണ് അല്ലേ. മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? മെഗാസ്പോർസ് മദർ സെൽസിൽ നിന്നും മെഗാസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് സറൗണ്ടഡ് ബൈ എ കാലോസ് വാൾ? മെയിൽ ഗമേറ്റ്, എഗ്, മൈക്രോസ്പോർ മദർ സെല്ല്, പോളൻ ഗ്രെയിൻ. മൈക്രോസ്പോർ മദർ സെല്ലാണ് അല്ലേ. മൈക്രോസ്പോർ മദർ സെല്ലാണ് കാലോസ് വാൾ വഴി സറൗണ്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇത്രയുമാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. തിയറി പാർട്ട് നന്നായി പഠിക്കുക, ക്വസ്റ്റ്യൻസ് കുറച്ച് MCQs ഒക്കെ ചെയ്ത് നോക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പോളിനേഷൻ എന്നുള്ള പാർട്ടും ഈ പോളൻ ഗ്രെയിൻസുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി ഭാഗങ്ങളും അതുപോലെ പോളിനേഷൻ എന്നുള്ള പാർട്ടും ഡിസ്കസ് ചെയ്യാം. ഓക്കെ.